KCCയുടെ തുടർന്നുള്ള യാത്രയിൽ നിങ്ങളുടെ എല്ലാവരുടെയും ശക്തമായ നേതൃത്വവും പിന്തുണയും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. മുമ്പെന്നത്തേക്കാളും ശക്തമായ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടേതായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിൽ, സ്വാതന്ത്ര്യമെന്ന് പറയുമ്പോൾ ആരാധനാ സ്വാതന്ത്ര്യം മാത്രമല്ല, അവകാശങ്ങളെയും ഹനിക്കത്തക്ക രീതിയിൽ മാറി മാറി വരുന്ന സർക്കാരുകളുടെ ഇടപെടൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും 1950 മുതൽ നമുക്കെതിരെയുള്ള നിലപാടുകൾ തുടങ്ങിയിരിക്കുകയാണ്. അതിന് തുടക്കം കുറിച്ചത് 1950 ഓഗസ്റ്റ് മാസം 10-ാം തീയതി ഉണ്ടായ പ്രസിഡൻഷ്യൽ ഓർഡറിലൂടെയാണ്. അതിലൂടെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് നമ്മുടെ ദളിത് ക്രൈസ്തവ സഹോദരങ്ങൾക്ക് ഭരണഘടന ഉറപ്പു നൽകിയിരുന്ന തുല്യത നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. അന്നു മുതൽ ഇന്ന് വരെയും ഭരിക്കുന്ന സർക്കാരുകൾ നമുക്കെതിരായ നിലപാടുകൾ കേന്ദ്രത്തിലും സംസ്ഥാനത്തിലുമൊക്കെ എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ വിവിധ തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് വിധേയമാകുമ്പോൾ നമുക്കറിയാം, ഈ അടുത്ത സമയത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടുള്ള സർക്കാരിൻ്റെ സമീപനം നമ്മൾ കണ്ടതാണ്. പറഞ്ഞു കേൾക്കുമ്പോൾ ഭിന്നശേഷിക്കാരായ സഹോദരങ്ങളോടുള്ള താല്പര്യമാണ് അതിൻ്റെ പിന്നിൽ എന്ന് നമുക്ക് തോന്നാം. എന്നാൽ അതൊരിക്കലുമല്ല എന്ന് ആ നിയമം പഠിക്കുന്നവർക്കറിയാം. 2016 RPWD ആക്റ്റിൽ പറയുന്നത്, നിയമം കൊണ്ടുവന്ന് 5 വർഷത്തിനുള്ളിൽ രാജ്യത്തെ എല്ലാ പൊതുസ്ഥലങ്ങളും ഡിസേബിൾ ഫ്രണ്ട്ലി ആക്കണമെന്ന്. കേരളത്തിൽ തന്നെ എത്ര സർക്കാർ സ്ഥാപനങ്ങൾ ഇതിനോടകം ഡിസേബിൾ ഫ്രണ്ട്ലി ആക്കിയിട്ടുണ്ട്? നമ്മുടെ KSRTC ബസ്സിൽ ഡിസബിലിറ്റി ഉള്ള ഒരാൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കുമോ? സെക്രട്ടേറിയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരാൾക്ക് എപ്രകാരം ഇടപെടാൻ സാധിക്കും? അന്നേരം അടിസ്ഥാനപരമായ കാര്യങ്ങളൊന്നും സർക്കാർ ചെയ്തില്ല. എന്നാൽ ഇതിൻ്റെ മറവിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ, പ്രത്യേകിച്ച് ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ആക്രമിക്കുന്നതിന് ബോധപൂർവമായ ഇടപെടൽ നടത്തുകയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. ഇതിലൂടെയൊക്കെ ക്രൈസ്തവ സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മ പ്രവർത്തികളെ ഇല്ലാതാക്കാമെന്ന് ആരെങ്കിലും കരുതുന്നെങ്കിൽ, അത് കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും പ്രാദേശിക സർക്കാരുകളാണെങ്കിലും, ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മെ മാടി വിളിക്കുന്ന കാലത്തോളം ഈ ഏറ്റവും ചെറിയവരിലൊരുത്തിനു വേണ്ടി നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് അതിൻ്റെ പ്രതിഫലനം എന്ന നിലയിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ക്രൈസ്തവ സമൂഹത്തെ ഒരുമിപ്പിക്കുന്നതോടൊപ്പം സമൂഹത്തിൽ ആവശ്യത്തിലിരിക്കുന്ന എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന, ഇടപെടൽ നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് കേരള കൗൺസിൽ ഓഫ് ചർച്ചസ്. ഇതിൻ്റെ വാർഷിക അസംബ്ലിയിലേക്ക് പങ്കെടുക്കുന്ന ബഹുമാന്യരായ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. ഇന്നത്തെ മീറ്റിങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് കേരള കൗൺസിൽ ഓഫ് ചർച്ചസിന് ഇക്കാലയളവിൽ ശക്തമായ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന KCCയുടെ പ്രസിഡന്റ് അഭിമന്യനായ അലക്സിയോസ് മാർ യൗസേബിയോസ് മെത്രാപ്പോലീത്ത തിരുമേനിയാണ്. കഴിഞ്ഞ ടൈമിൽ KCCയുടെ വൈസ് പ്രസിഡന്റായിരുന്നു. KCCയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവ ഇടപെടൽ നടത്തുന്ന, വേണ്ട നേതൃത്വം നൽകുന്ന അഭിമന്യനായ അലക്സിയോസ് മാർ യൗസേബിയോസ് മെത്രാപ്പോലീത്ത തിരുമേനിയെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആമുഖ വാക്കുകളിൽ തന്നെ ഞാൻ സൂചിപ്പിച്ചു, എക്കാലത്തും കേരള കൗൺസിൽ ഓഫ് ചർച്ചസിന് ചേർത്ത് പിടിക്കുന്ന വ്യക്തിത്വമാണ് അഭിമന്യനായിട്ടുള്ള ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്ത തിരുമേനി. KCCയുടെ എല്ലാ കാര്യങ്ങളിലും 1-2 കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചു കൊള്ളട്ടെ. KCCക്ക് ഒരു ആസ്ഥാനം വേണം എന്നത് വലിയ ആഗ്രഹമായിരുന്നു. KCC എക്സിക്യൂട്ടീവ് കൂടി അതിന് തീരുമാനമെടുത്തു. എവിടെയെങ്കിലും വസ്തു വാങ്ങണമെന്ന് ആഗ്രഹിച്ചു. അവസാനം ഒരിടത്ത് നമുക്ക് വസ്തു ലഭിച്ചു. പക്ഷേ കൊടുക്കുവാൻ പൈസയില്ല. ഒരു ടോക്കൺ എമൗണ്ട് എങ്കിലും കൊടുത്തെങ്കിലേ കഴിയത്തുള്ളൂ. ഇതറിഞ്ഞുകൊണ്ട് ഒരു ദിവസം രാവിലെ മെത്രാപ്പോലീത്ത തിരുമേനി എന്നെ വിളിച്ചു. ഇപ്പോൾ വരികയാണെങ്കിൽ ഞാൻ ഇച്ചിരി പൈസ തരാമെന്ന് പറഞ്ഞു. ചെന്നു. KCCക്ക് ആസ്ഥാനം പണിയുന്നതിന് അഡ്വാൻസ് കൊടുക്കാനുള്ള തുക അഭിമന്യ മാർത്തോമ മെത്രാപ്പോലീത്തയാണ് നൽകിയത്. അതുകൊണ്ട് തീർന്നില്ല. KCCയുടെ ആസ്ഥാനത്തിൻ്റെ പണി ഓരോ സ്റ്റേജിലും എന്തായി എന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു. അതിൻ്റെ കൂതാശ നടത്തിയപ്പോൾ പറഞ്ഞു, ഇതുപോരാ, നമുക്ക് പാർക്കിംഗ് സ്പേസ് വേണം. ആസ്ഥാനത്തിൻ്റെ പണി തീർത്ത പാട് എനിക്കറിയാം. കാരണം ലഭിച്ച കോൺട്രിബ്യൂഷൻസ് എത്രയാണെന്നൊക്കെ നമ്മുടെ റിപ്പോർട്ടിൻ്റെ ഭാഗമായി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പിന്നെ KCCയുടെ സ്നേഹിതരെ കണ്ടെത്തി, ബാക്കി തുകയുടെ നമ്മൾ കണ്ടെത്തി.
അങ്ങനെ ഏകദേശം വസ്തു വാങ്ങിയതും കെട്ടിടം പണിഞ്ഞതും എല്ലാം കൂടെ ഏകദേശം 10-85 ലക്ഷം രൂപയായി. ഇനി എന്ത് ചെയ്യുമെന്നറിയില്ല. ഉടനെ പറഞ്ഞു, നിങ്ങൾ വസ്തു വാങ്ങുക, വസ്തു വാങ്ങുവാനുള്ള അഡ്വാൻസും ഞാൻ തരാമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം എന്നെ പുലാത്തിനിലേക്ക് വിളിച്ചു വരുത്തി വസ്തു വാങ്ങുന്നതിന് ഉള്ള നെഗോഷിയേഷൻസ് എന്തുവരെയായി എന്ന് ചോദിച്ചു. അതിൻ്റെ ആദ്യ സംഭാവനയും മാർത്തോമാ മെത്രാപ്പോലീത്ത തിരുമേനി തന്നിരിക്കുന്നു. തന്ന പൈസയുടെ വിലയല്ല, ആ മൂല്യത്തേക്കാൾ കെ സി സിയുടെ വളർച്ചയോട് കാണിക്കുന്ന താല്പര്യം, ഓരോ പ്രോഗ്രാമിനെ കുറിച്ച് അറിയുമ്പോഴും നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രചോദനം, എന്നും കെ സി സിയുടെ നെടുന്തൂണായി നിൽക്കുന്ന, കെ സി സിയുടെ രക്ഷാധികാരിയായി പ്രവർത്തിക്കുന്ന, കെ സി സിയെ ചേർത്ത് നിർത്തുന്ന അഭിമന്യ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലീത്ത ഇന്ന് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാമെന്ന് സമ്മതിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഭക്തിയാദരവപൂർവ്വം അഭിമന്യ മാർത്തോമാ മെത്രാപ്പോലീത്ത തിരുമേനിയെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജ്ഞാനായ സമുദായ മെത്രാപ്പോലീത്ത അഭിമന്യനായ ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് മാർ സേവേറിയോസ് മെത്രാപ്പോലീത്ത തിരുമേനി ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ എല്ലാ പ്രോഗ്രാമുകളിലുമുണ്ട്. നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായി അറിയുന്ന, കെ സി സിയുടെ പ്രവർത്തനങ്ങളിൽ എന്നും ഒരു നിറപുഞ്ചിരിയോടെ ഓടിയെത്തുന്ന അഭിമന്യനായിട്ടുള്ള ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് മാർ സേവേറിയോസ് മെത്രാപ്പോലീത്ത തിരുമേനിയെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓർത്തഡോക്സ് സഭയുടെ കൊല്ലം ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന അഭിമന്യനായിട്ടുള്ള ഡോക്ടർ ജോസഫ് മാർ ദിവനാസിയോസ് മെത്രാപ്പോലീത്ത തിരുമേനി കെ സി സിയുടെ ഡെലിഗേറ്റാണ്. ഡെലിഗേറ്റ്സിൽ പലരും ആദ്യ അസംബ്ലിക്ക് വന്നിട്ട് ഇതുവഴിയൊന്നും പിന്നീട് വരാറില്ല. എന്നാൽ കെ സി സിയുടെ എല്ലാ അസംബ്ലികളിലും അഭിമന്യ തിരുമേനിയുടെ സാന്നിധ്യമുണ്ട്. കെ സി സിയുടെ എല്ലാ പ്രോഗ്രാമുകളിലും അഭിമന്യ തിരുമേനിയുടെ സാന്നിധ്യമുണ്ട്. ഒരു നല്ല അധ്യാപകനായിരുന്ന, മികച്ച പ്രഭാഷകനായിരിക്കുന്ന, പണ്ഡിതനായിരിക്കുന്ന അഭിമന്യനായിട്ടുള്ള ഡോക്ടർ ജോസഫ് മാർ ദിവനാസിയോസ് മെത്രാപ്പോലീത്ത തിരുമേനിയെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളും. കെ സി സിയുടെ വൈസ് പ്രസിഡന്റ് ഈ സമ്മേളനം നടക്കുന്ന സ്ഥലത്തിന് ഏറ്റവും അടുത്ത് താമസിക്കുന്ന മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ കൊച്ചു തിരുമേനിയും അടൂർ ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷനുമായിരിക്കുന്ന അഭിമന്യനായിട്ടുള്ള മാത്യൂസ് മാർ സെറാഫീം എപ്പിസ്കോപ്പ തിരുമേനിയിലൂടെ കേരള കൗൺസിൽ ഓഫ് ചർച്ചസിന് ലഭിക്കുന്ന നേതൃത്വം വളരെ വലുതാണ്. ഇന്നലെ വൈകിട്ട് ഞാനിവിടെ വന്നപ്പോൾ സംഘാടക സമിതിയുടെ ചുമതലക്കാരനോട് പറഞ്ഞു, അഭിമന്യ സെറാഫീം തിരുമേനി ഇവിടെ വന്നു, കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് പോയത്, കുറേ നേരം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. കെ സി സിയുടെ എല്ലാ കാര്യങ്ങളിലും ഓടിയെടുക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇഞ്ചക്കൽ ഓടിയച്ഛൻ പറയും, ആ തിരുമേനി കൊള്ളാം, എപ്പം വിളിച്ചാലും തിരുമേനി അവൈലബിൾ ആണെന്ന് പറയും. അങ്ങനെ കെ സി സിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായിരിക്കുന്ന അഭിമന്യനായിട്ടുള്ള മാത്യൂസ് മാർ സെറാഫീം എപ്പിസ്കോപ്പ തിരുമേനിയെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളും. അഭിമന്യനായിട്ടുള്ള ജോസ് ജോർജ് തിരുമേനി കൊല്ലം ഡയോസിസിൻ്റെ ചുമതലയുള്ള തിരുമേനിയാണ്. CSIയുടെ തിരുമേനി ഉടനെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്, യാത്രയിലാണ്. ബിഷപ്പ് സുന്ദർ സിംഗ് തിരുമേനി ECIയുടെ അധ്യക്ഷനാണ്, അദ്ദേഹവും എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുണ്ട്, അദ്ദേഹം തിരിച്ചിട്ടുണ്ട് എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. ഓസ്റ്റിൻ MA പോൾ തിരുമേനിയും സെൽവദാസ് പ്രമോദ് തിരുമേനിയും ബിഷപ്പ് ജോർജീപ്പൻ തിരുമേനിയും തിരുവനന്തപുരത്ത് ഇന്ന് തിരുമേനിയുടെ അടക്കം നടക്കുന്നതിനാൽ വരില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അവരെ നാളത്തെ മീറ്റിങ്ങിൽ പങ്കെടുക്കും. സാൽവേഷൻ ആർമിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവരുടെ ട്രെയിനിങ് കോളേജിൻ്റെ പ്രിൻസിപ്പാളായിട്ടുള്ള ലഫ്റ്റനന്റ് കേണൽ സജു ദാനിയൽ ആണ് ഇന്നത്തെ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത്. കെ സി സിയുടെ ഒരു നല്ല സുഹൃത്ത്, സാൽവേഷൻ ആർമിയുടെ ടെറിട്ടോറിയൽ കമാൻഡറിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് വേണ്ട എല്ലാ സഹായങ്ങളും കെ സി സിക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സജു ദാനിയൽ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കെ സി സിയുടെ വൈസ് പ്രസിഡന്റ് ഷിബി പീറ്റർ, ഒരു നല്ല പണ്ഡിതൻ, പ്രഭാഷകൻ, കെ സി സിയുടെ വേദികളിലെ നിറസാന്നിധ്യം, പ്രിയമുള്ള ഷിബി പീറ്ററിനെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരള കൗൺസിൽ ഓഫ് ചർച്ചസിന് ശക്തമായ നേതൃത്വം നൽകുന്ന CSI സഭയുടെ മലബാർ ഡയോസിസിൻ്റെ പ്രതിനിധി കൂടിയായിരിക്കുന്ന വന്യനായ റവറൻ ഡോക്ടർ TI ജെയിംസ് അച്ഛനെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, ഈ അസംബ്ലി ഇത്രയും ഭംഗിയായി നടക്കാൻ കാരണം ഈ അടൂർ ഭാഗത്തെ ആൾക്കാരുടെ ഇടപെടലാണെന്ന്. മാർത്തോമാ സഭയുടെ അടൂർ ഭദ്രാസനത്തിൻ്റെ വികാരി ജനറലായിരിക്കുന്ന കെ.വി. ചെറിയാനച്ഛൻ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നു. അച്ഛനെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സഭയുടെ ഭദ്രാസന സെക്രട്ടറി ആയിരിക്കുന്ന ബേബി ജോൺ അച്ഛൻ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നു. അച്ഛനെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇവിടുത്തെ സ്വാഗത സംഘത്തിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയർമാനായിരിക്കുന്ന അടൂർ അസംബ്ലിയുടെ പ്രസിഡന്റ് കൂടിയായ
വെരി റവറൻഡ് ഡോക്ടർ എബ്രഹാം ഇഞ്ചക്കിലോടി കോറപ്പിസ്കോപ്പാച്ചൻ. നിറസാന്നിധ്യമാണ് KCCയുടെ എല്ലാ പ്രോഗ്രാമുകളും. അതിന് അടൂര് പ്രോഗ്രാം നടക്കണമെന്നില്ല. കേരളത്തിൽ എവിടെ KCCയുടെ പ്രോഗ്രാം ഉണ്ടോ അവിടെ ഇഞ്ചക്കിലോടി കോറപ്പിസ്കോപ്പാച്ചനുണ്ട്. അച്ഛനെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. കേരള കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ പത്തനംതിട്ട ജില്ലയ്ക്ക് നേതൃത്വം നൽകുന്നത് ഓർത്തഡോക്സ് സഭയുടെ തുമ്പമൺ ഭദ്രാസനത്തിൻ്റെ സെക്രട്ടറി കൂടിയായിരിക്കുന്ന വെരി റവറൻഡ് ജോൺസൺ കള്ളിട്ടതിൽ കോറപ്പിസ്കോപ്പാച്ചനാണ്. അച്ഛനെയും ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. KCCയുടെ ജില്ലാ സെക്രട്ടറി അനീഷ് തോമസ് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നു. അനീഷിനെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. കേരള കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ ഈ സ്വാഗത സംഘത്തിൻ്റെ ജനറൽ കൺവീനർ ആയിരിക്കുന്ന റവറൻഡ് വിപിൻ സാം തോമസ് അച്ഛൻ. സത്യത്തിൽ KCCയുടെ പ്രവർത്തനങ്ങൾക്ക് അടൂരിൽ മാർത്തോമാ സഭയുടെ പട്ടക്കാരിൽ നിന്നും ഞങ്ങൾക്ക് ലഭ്യമായിരിക്കുന്ന ഏക മുഖമെന്ന് പറയുന്നത് റവറൻഡ് വിപിൻ സാം തോമസ് അച്ഛൻ്റെ മുഖമാണ്. റവറൻഡ് വിപിൻ സാം തോമസ് അച്ഛനെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. KCCയുടെ ഇവിടുത്തെ പ്രോഗ്രാമുകൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്ന അടൂരുകാരോട് ചോദിച്ചാൽ അറിയാം, ഡെന്നീസ് ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ എന്നാണ് അവർ പറയുന്നത്. പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനർ ആയിരിക്കുന്ന ഡെന്നീസ് സാംസനെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ഈ സാമ്പത്തിക പ്രയാസമില്ലാതെ ഇത്രയും കാര്യങ്ങൾ ചെയ്തത് ഫിനാൻസ് കമ്മിറ്റിയുടെ ചെയർമാനായിരിക്കുന്ന ജോസഫ് സാമുവേൽ തറയിലച്ഛൻ്റെ നേതൃത്വമാണ്, ഇടപെടലാണ്. അച്ഛൻ അധികം താമസിയാതെ ഓർത്തഡോക്സ് സഭയുടെ കോറപ്പിസ്കോപ്പിയായി മാറുന്നു എന്നത് KCCക്ക് വളരെയധികം സന്തോഷം നൽകുന്നു. എല്ലാ ആശംസകളും അറിയിക്കുന്നതോടൊപ്പം അച്ഛനെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഫിനാൻസ് കമ്മിറ്റിയുടെ ശക്തനായ കൺവീനർ, അസംബ്ലിയുടെ ട്രഷറർ കൂടിയായിരിക്കുന്ന നിമേഷ് രാജ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനം വളരെയധികം ഭംഗിയായി നടന്നു. അദ്ദേഹത്തെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രീ അസംബ്ലികൾ ഭംഗിയായി ഇത്തവണ നടന്നു. അതിന് കാരണക്കാരൻ ഇപ്പോൾ സദസ്സിലിരിക്കുന്ന ഫാദർ പ്രൊഫസർ ജോർജ് വർഗീസ് അച്ഛനാണ്. അച്ഛനെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. KCCക്ക് ഇന്ന് നടക്കുന്ന സെഷനിൽ മുഖ്യ സന്ദേശം നൽകുന്നത് മാർത്തോമാ വൈദിക സെമിനാരിയുടെ അധ്യാപകനും KCCയുടെ ഡെലിഗേറ്റ് കൂടിയായിരിക്കുന്ന വന്യനായിട്ടുള്ള റവറൻഡ് ഡോക്ടർ A. ജോൺ ഫിലിപ്പച്ചനാണ്. അച്ഛനെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരള കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ എക്സിക്യൂട്ടീവ് സമിതി അംഗങ്ങൾ, അതോടൊപ്പം തന്നെ KCCയുടെ വിവിധ ജില്ലകളുടെ അസംബ്ലികളുടെ സോണുകളുടെ ചുമതലക്കാർ, ഇന്നിവിടെ പങ്കെടുക്കുന്ന ഡെലിഗേറ്റ്സ്, ഹോസ്റ്റ് അസംബ്ലിയുടെ അംഗങ്ങൾ എല്ലാവരെയും ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് 2 ദിവസമായി ഇവിടെ നടക്കുന്ന ഈ അസംബ്ലി തുടർന്നുള്ള ചലനത്തിന് ഊർജം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അധ്യക്ഷ സന്ദേശത്തിനായി KCCയുടെ പ്രസിഡന്റ് തിരുമേനിയെ ക്ഷണിച്ചു. ഈ KCCയുടെ നട്ടെല്ലും ജീവനുമായി പ്രവർത്തിച്ച് KCCക്ക് ഒരു നല്ല ആസ്ഥാനം തന്നെ നൽകി തന്ന, അതിനുവേണ്ടി പരമാവധി പരിശ്രമിച്ച് രാപകലില്ലാതെ അങ്ങോളം ഇങ്ങോളം ഓടി, എത്രമാത്രം ഓടിയിട്ടുണ്ടെന്ന് നമ്മുടെ ജനറൽ സെക്രട്ടറി സാറിനോട് ചോദിക്കേണ്ട, ആ കാറിനോട് ചോദിച്ചാൽ ആ കാർ വർത്തമാനം പറയും. അത്രമാത്രം ഓടിയിട്ടുണ്ട്. വളരെയധികം പ്രയത്നിച്ചതാണ്. ഒരാസ്ഥാനം ലഭിക്കുക എന്ന് വെച്ചാൽ എത്ര ത്യാഗമുള്ളതാണ്. ആ സാറിൻ്റെ ത്യാഗം വളരെ വലുതാണ്. നമ്മളെല്ലാവരും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നില്ല, ആദരിക്കുകയാണ് ചെയ്യുന്നത്. അഭിവന്യ പ്രസിഡന്റ് തിരുമേനി അദ്ദേഹത്തിന് ഷാൾ നൽകി ആദരിക്കുന്നതാണ്. തിരുമേനി. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന മാർത്തോമാ സഭയുടെ പരമാധ്യക്ഷൻ അഭിവന്യ ഡോക്ടർ തെയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത, അഭിവന്യരായ പിതാക്കന്മാരെ, KCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഡോക്ടർ പ്രകാശ് P. തോമസ്, ട്രഷറർ ഡോക്ടർ TA ജെയിംസ് അച്ഛൻ, കേണൽ സജു ദാനിയേൽ, മറ്റ് കോറപ്പിസ്കോപ്പാച്ചന്മാരെ, വികാർ ജനറൽ, വൈദികരെ, KCC എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ, കമ്മീഷൻ ചെയർമാൻമാർ, മറ്റ് ഭാരവാഹികൾ, ഈ അസംബ്ലിയിലൂടെ എല്ലാ അംഗങ്ങളും, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. വളരെ മനോഹരമായിട്ട്
KCCയുടെ 2025 അസംബ്ലിക്ക് തുടക്കം കുറിക്കുവാൻ തക്കവണ്ണമിടയായി. ഇത്രയും പിതാക്കന്മാർ സംബന്ധിക്കുന്നു എന്നുള്ളത്, വൈദികരുടെ നിറഞ്ഞ സാന്നിധ്യം ഒക്കെ ഇത് അനുഗ്രഹീതമായ ഒരു തുടക്കമായി കാണുവാൻ തക്കവണ്ണം ഇടയാകുന്നു. ഈ മനോഹരമായ കുന്നിൻ മുകളിൽ ഞങ്ങളവിടെ ഇരുന്നപ്പം തെയോഡോഷ്യസ് തിരുമേനോട് പറയുകയായിരുന്നു എത്ര മനോഹരമായ സ്ഥലം എന്നുള്ളത്. വളരെ ഭംഗിയുള്ള, വളരെ മനോഹരമായ ഒരു സ്ഥലത്ത് നമുക്ക് ഒന്നിച്ചു കൂടാനും ഈ ക്രമീകരണം ചെയ്ത അടൂർ മാർത്തോമ സെൻറ്ററിനോട്, യൂത്ത് സെൻറ്ററിൻ്റെ ഭാരവാഹികളോട്, ഇതിൻ്റെ ക്രമീകരണങ്ങൾ മുഴുവൻ ചെയ്ത അടൂർ സോണിൻ്റെ അംഗങ്ങളോട് എല്ലാവരോടുമുള്ള സന്തോഷവും നന്ദിയും ഹൃദയത്തിൽ നിന്ന് അറിയിച്ചു കൊള്ളട്ടെ. സഹോദരന്മാർ ഒന്നിച്ചിരിക്കുന്നത്, ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭമായിരിക്കുന്നു. ആ സങ്കീർത്തനത്തിന് വളരെയേറെ അർത്ഥം കാണുന്ന ഒരു കൂട്ടായ്മയാണിത്. മർക്കോസ് എവൻഗേലിയോസ്തൻ്റെ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്, ഒരു സന്ദർഭം, ഒരു സന്ദർഭം രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ ശ്ലീഹ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളൊരു മനുഷ്യനെ കണ്ടു, അവൻ നിൻ്റെ നാമത്തിൽ പ്രസംഗിക്കുകയും അതിശയം പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നു. ഞങ്ങളൊരു മനുഷ്യനെ കണ്ടു, അവൻ നിൻ്റെ നാമത്തിൽ പ്രസംഗിക്കുകയും അതിശയം പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നു. ഞങ്ങൾ അവനോട് സംസാരിച്ചപ്പോൾ അവൻ ഞങ്ങളെ അത്ര കാര്യമായിട്ട് ഗൗനിച്ചില്ല. ഞങ്ങളെ പിന്തുടരാൻ അവനോട്ട് ആഗ്രഹിച്ചതുമില്ല. അവൻ നിൻ്റെ നാമത്തിലാണ് പ്രവർത്തിക്കുന്നത്, നിൻ്റെ നാമത്തിൽ അതിശയം പ്രവർത്തിക്കുന്നു, പക്ഷെ ഞങ്ങളെ അങ്ങോട്ട് കാര്യമായിട്ട് പരിഗണിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ അവനെ വിരോധിച്ചു. കർത്താവ് പറഞ്ഞ മറുപടി എന്താണ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? മത്തായി ശ്ലീഹായുടെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 38-39 വാക്യം. ക്രിസ്തു പറഞ്ഞ മറുപടി, നമുക്ക് പ്രതികൂലമല്ലാത്തവൻ നമുക്ക് അനുകൂലമല്ലോ എന്നാ പറഞ്ഞത്. നമുക്ക് അനുകൂലമല്ലോ. വ്യത്യസ്തങ്ങളായ പാരമ്പര്യത്തിനുള്ളിൽ ക്രിസ്തുവിൻ്റെ നാമം പ്രകീർത്തിക്കപ്പെടുന്നവർ എങ്ങനെ വിരോധിക്കപ്പെടാൻ സാധ്യതയുള്ള പ്രതികൂലികളായി മാറും? അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിലാണ് പ്രത്യേകിച്ചും കേരളത്തിലെ ക്രൈസ്തവ സമൂഹം നിൽക്കുന്നത്. അങ്ങനെ പ്രതികൂലികളാകാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന ആരാ? ക്രിസ്തു പറഞ്ഞതാ, ഞാൻ പറയുന്നതല്ല. എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിൻ്റെ ഈ മീറ്റിങ്ങിന് വേണ്ടി ഞാനുണ്ടാക്കിയ വാക്യമല്ലത്, ഞാൻ പറഞ്ഞ കാര്യമല്ല പറഞ്ഞേ, ക്രിസ്തു പറഞ്ഞതാണ്. ക്രിസ്തുവിൻ്റെ നാമം പ്രകീർത്തിക്കുകയും ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നവരെയും പ്രതികൂലിക്കുവാൻ നിനക്ക് അവകാശമില്ല എന്ന് ക്രിസ്തു പറഞ്ഞതാണത്. അതാണ് എക്യുമെനിക്കൽ കൂട്ടായ്മയുടെ അർത്ഥം. അവിടെയാണ് നാം കണ്ടെത്തേണ്ടത്. എക്യുമെനിക്കൽ ഫെലോഷിപ്പിൻ്റെ, എക്യുമെനിക്കൽ കൂട്ടായ്മയുടെ അർത്ഥം ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നതും ക്രിസ്തുവിൻ്റെ നാമം പേറുന്നതും ആ ശുശ്രൂഷ ഏറ്റെടുത്തിരിക്കുന്നവർ ഒന്നിച്ച്, അവർ പ്രതികൂലികളല്ല, അവരെ വിരോധിക്കാൻ നിനക്ക് അവകാശമില്ല. അവരെ വിരോധിക്കാൻ, പരസ്പരം കൊമ്പ് കോർക്കുന്ന തരത്തിൽ വിദ്വേഷം പകർത്തുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ ഈ എക്യുമെനിക്കൽ പ്രസ്ഥാനത്തിലൂടെ ക്രിസ്തുവിൻ്റെ ഈ സന്ദേശം എല്ലാ മനുഷ്യരുടെ ഹൃദയങ്ങളിലും പകർന്നു നൽകുവാൻ തക്കവണ്ണം അത് സുവിശേഷത്തിൻ്റെ മർമ്മമാണെന്നുള്ള ബോധ്യത്തിൽ
പകർന്നു നൽകുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. അതാണ് ഈ അസംബ്ലി കൊണ്ട് അർത്ഥമാക്കുന്നത്, ഈ അസംബ്ലി മീറ്റിംഗ് കൊണ്ട് അർത്ഥമാക്കുന്നത്. വിവിധ പാരമ്പര്യങ്ങളിൽപ്പെട്ടവർ വിരോധികളായി നിൽക്കുവാൻ പാടില്ല എന്നുള്ളതും, അവർ അനുകൂലമായി നിന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ നാമം ഒന്നിച്ച് പ്രഘോഷിക്കണം എന്നുള്ളതും. സ്വാഗത പ്രസംഗത്തിൽ പ്രകാശ് 2-3 കാര്യങ്ങൾ ഒന്ന് ഓടിച്ചു പറഞ്ഞു പോയത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ഇന്ത്യയിലെ ക്രൈസ്തവരോടുള്ള ഇന്നത്തെ നിലപാടുകൾ, അധികാരവർഗത്തിൻ്റെ നിലപാടുകൾ. ക്രൈസ്തവ സഭകൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ ഇങ്ങനെയുള്ള വെല്ലുവിളികളൊന്നും. അത് ഇന്ത്യയിൽ മാത്രമല്ലല്ലോ. ക്രൈസ്തവ സഭകൾ സംരക്ഷണം നൽകിയിട്ടുള്ള രാജ്യങ്ങളിലൊക്കെ, മറ്റുള്ളവരെ സംരക്ഷണം നൽകിയിട്ടുള്ള രാജ്യങ്ങളിലൊക്കെ അവർ തന്നെ വെല്ലുവിളികളായി എതിരാളികളായി മാറിക്കൊണ്ടിരിക്കുന്ന പാരമ്പര്യങ്ങൾ അല്ലെങ്കിൽ സംഗതികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇന്ത്യയിൽ ഇത് വളരെ മൂർച്ഛിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. ഞാൻ നോർത്ത് ഇന്ത്യയിൽ താമസിക്കുന്ന മനുഷ്യനാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പ്, 2-3 ആഴ്ചകൾക്ക് മുമ്പ്, മലങ്കര കത്തോലിക്ക സഭയുടെ ആരാധന നടക്കുന്ന സ്ഥലത്ത് അവർ ദുർഗില് റായ്പൂരിൽ അവർക്ക് പള്ളിയില്ല. അപ്പോൾ അവരവിടെ ഒരു വീടും, ആ വീടിനകത്താണ് കുറച്ച് മനുഷ്യരേ ഉള്ളൂ ആരാധന നടത്തുന്നത്. കുറേ നാളായിട്ട് വർഷങ്ങളായിട്ട് അവിടെയാണ് ആരാധന നടത്തുന്നത്. ഒരു സംഘം ആൾക്കാർ വന്ന് പറഞ്ഞു, ഇത് പള്ളിയല്ല, ഇവിടെ ആരാധന നടത്താൻ പാടില്ല. അവർ ഓൺ ചെയ്യുന്ന സ്ഥലമാണ്, അവരുടെ പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്ഥലം. അവിടെ ഒരു അച്ഛൻ താമസിക്കുന്നതാണ്. ആരാധന നടത്താൻ പാടില്ല എന്ന് പറഞ്ഞു. ഇവിടെ പാടില്ല എന്ന് പറഞ്ഞ് അവരെ ഇറക്കി വിട്ടു വിടുന്നു. അച്ഛന് വേണമെങ്കിൽ ഇവിടെ താമസിക്കാം, ഇവിടെ ഈ ഞായറാഴ്ച ഇവിടെ ആരാധന, നിങ്ങൾക്കറിയാമല്ലോ മലങ്കര കത്തോലിക്ക സഭ ആരാധന നടത്തുന്നത് വലിയ ബഹളവും കൊട്ടും പാട്ടും ഒന്നുമില്ലല്ലോ, സാധാരണ പോലെ ഉള്ളൂ. സാധാരണ നമുക്കറിയാവുന്ന കാര്യമല്ലേ ഇത്. അനുവദിച്ചില്ല. അവർ പിന്നെ എന്നെ അപ്രോച്ച് ചെയ്ത ഒരു സ്കൂളിൻ്റെ റൂം വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ ഇപ്പം ആരാധന നടത്തുന്നത്. അങ്ങനെ ഒരു സാഹചര്യങ്ങൾ കേരളത്തിൽ തന്നെ എന്തെന്ത് വിഷയങ്ങളാണ് ക്രൈസ്തവരോടുള്ള ചിറ്റമ്മ നയങ്ങൾ, അധികാരവർഗത്തിൻ്റെ കാര്യം. കേരളത്തിൽ ക്രൈസ്തവ സമൂഹം ഇന്ന് ഒരു വോട്ട് ബാങ്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റിയ ഗ്രൂപ്പല്ല എന്ന് രാഷ്ട്രീയ മേധാവികൾക്ക് തോന്നി തുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ പേരിലുള്ളവർ, ക്രിസ്തുവിൻ്റെ നാമം പേറുന്നവർ ഒന്നിച്ചു നിന്ന് എങ്ങനെയാണോ 2000 വർഷം കൊണ്ട് ആ കാലഘട്ടത്തിലെ പിതാക്കന്മാർ ഈ ക്രൈസ്തവ പാരമ്പര്യത്തെ സംരക്ഷിച്ചു കൊണ്ടുവന്നത്, അതുപോലെ അവരെല്ലാം ഈ വെല്ലുവിളികൾ ഏറ്റെടുത്ത ഈ ക്രൈസ്തവ പാരമ്പര്യം സംരക്ഷിച്ചു കൊണ്ടുവന്ന് ഇത് സംരക്ഷിച്ചു കൊണ്ടുപോകുവാനുള്ള നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ മറന്നു പോകരുത് എന്നുള്ളത് ഓർമ്മിപ്പിക്കുവാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കട്ടെ. ഈ ആനുവൽ അസംബ്ലി ഇവിടെ നടക്കുമ്പോൾ കഴിഞ്ഞ 2024 ആനുവൽ അസംബ്ലി കഴിഞ്ഞ് ഇന്ന് വരെയുള്ള കാലഘട്ടം സംഭവബഹുലമായൊരു വർഷമായിരുന്നു. കേരളത്തിൻ്റെ സാമൂഹ്യ പരിസ്ഥിതികളിൽ വളരെ നിർണായകമായ നിലപാടുകൾ എടുക്കാൻ തക്കവണ്ണം KCCക്ക് സാധിച്ചിട്ടുണ്ട്. തുടർന്നുള്ള ഈ ഒരു വർഷം എന്ന് പറയുന്നതും വലിയ വലിയ വെല്ലുവിളികൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ സംവിധാനം, ഈ സംരംഭം മുന്നോട്ട് പോകാനായിട്ട് തയ്യാറെടുക്കുന്നത്. അവിടെയെല്ലാം കരുത്തായി കൂടെ നിന്ന് കേരളത്തിലെ ക്രൈസ്തവ കൂട്ടായ്മയുടെ ഐക്യം കാത്തുപരിപാലിച്ച് നമ്മുടെ വെല്ലുവിളികളെ അതിജീവിച്ച് ക്രിസ്തുവിൻ്റെ സാക്ഷ്യം പേറാൻ നമുക്കെല്ലാവർക്കും ഒന്നിച്ച് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു തിരുമേനി. സമ്മേളനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി അഭിനന്ദനായിട്ടുള്ള ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമേനിയെ ക്ഷണിച്ചുകൊള്ളു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.
KCCയുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള അഭിവന്യ തിരുമേനിമാരെ, KCCയുടെ പ്രിയപ്പെട്ട സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രകാശ്, കോർ എപ്പിസ്കോപ്പ, വികാരി ജനറൽ, വിവിധ സഭാവിഭാഗങ്ങളെ പ്രതിനിധീകരിച്ച് എത്തിയിരിക്കുന്നതായുള്ള വിശിഷ്ട അതിഥികൾ, നേതൃത്വം വഹിക്കുന്നതായുള്ള നേതാക്കൾ, വൈദിക ശ്രേഷ്ഠ, KCC വാർഷിക അസംബ്ലിയിൽ സംബന്ധിക്കുവാനായി എത്തിച്ചേർന്നിരിക്കുന്നതായിട്ടുള്ള സ്നേഹിതരെ, എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. കേരള കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ വാർഷിക അസംബ്ലിയിലാണ് നാം ഇപ്പോൾ സംബന്ധിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതായിട്ടുള്ള ആളുകൾ, യേശുക്രിസ്തുവിൽ വെളിപ്പെട്ട ദൈവത്തിൽ വിശ്വസിക്കുന്നതായിട്ടുള്ള ആളുകൾ, ഞാനായിരിക്കുന്നത് ദൈവകൃപയാലാകുന്നു എന്നത് നമ്മോട് പറഞ്ഞതായിട്ടുള്ള അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയതായുള്ള ലേഖനത്തിലൂടെ ക്രിസ്തുയേശുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞത് ഈ അവസ്ഥ എല്ലാവരുടെയും ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരട്ടെ. നമ്മളുടെ ഈ വാർഷിക അസംബ്ലിക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നതായുള്ള വിഷയം വിശാല എക്യുമെനിസത്തിൻ്റെ സമകാലിക സാധ്യതകളും വെല്ലുവിളികളും എന്നുള്ളതായിട്ടുള്ള വിഷയമാണ്. വിശാല എക്യുമെനിസത്തിൻ്റെ സമകാല സാധ്യതകളും വെല്ലുവിളികളും എന്നുള്ള ഒരു വിഷയമാണ്. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ വിഷയം തിരഞ്ഞെടുത്തത് എന്ന് ഞാൻ വിചാരിക്കട്ടെ. വിശാല എക്യുമെനിസം എന്ന് പറയുന്നതായുള്ള അവസരത്തിൽ നാം ഈ ഭൂമിയിൽ കാണുന്നതായുള്ള സഹോദര സഹോദരികളും ജന്തു ലതാദികളും മണ്ണും മരവും എല്ലാം ഉൾപ്പെടുന്നതായിട്ടുള്ള ദൈവം സൃഷ്ടിച്ചതായുള്ള ഈ പ്രപഞ്ചത്തിൽ ദൈവത്തിൻ്റേതായിട്ടുള്ള ദാസീദാസന്മാർ ഒത്തൊരുമിച്ച് ഒരു ഭവനത്തിൽ വസിക്കുവാൻ ഇടയാകുന്ന സാഹചര്യത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. വൈഡർ എക്യുമെനിസം അല്ല, വൈഡർ എക്യുമെനിസമാണ്. അതുകൊണ്ട് വിശാലമായിട്ടുള്ള എക്യുമെനിസം എന്ന വിഷയം ഇന്ന് നാം ചിന്തിക്കുന്ന അവസരത്തിൽ ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ, മനുഷ്യനായിട്ട് തീരുക എന്നതാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ള മാനവികത ഉയർത്തിപ്പിടിക്കുന്നതിനായിട്ട് ഈ വാർഷിക മീറ്റിങ്ങിലൂടെ വൈഡർ എക്യുമെനിസം എന്നുള്ള വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട്. ഈ വിഷയത്തിലേക്ക് ഞാൻ കയറുന്നതിന് മുമ്പായി തന്നെ നാം എല്ലാവരും ഒരുമിച്ച് ചേർന്ന് വന്നിരിക്കുന്നത് പരസ്പര സ്നേഹത്തിലും നാം പ്രദർശിപ്പിക്കുന്നതായുള്ള കൂട്ടായ്മയുടെ സാക്ഷ്യത്തിലുമാണ് എന്നത് നാം വിസ്മരിക്കരുത്. വളരെ അടുത്ത സമയത്ത് പെരുമ്പാവൂരിൽ മരിച്ചതായിട്ടുള്ള മേരി എസ്തപ്പാൻ എന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ഞാൻ വായിക്കുകയുണ്ടായി. പെരുമ്പാവൂരിൽ വന്ന് പാർക്കുവാനിടയായി തോന്നുന്നതായിട്ടുള്ള ഒരു വനിതയാണ്. വിവാഹ ജീവിതം, അവർക്ക് 3 മക്കളുണ്ട്. അങ്ങനെ അവർ വന്ന് പാർക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ആരോരുമില്ലാതെ തെരുവിൽ അലയുന്നതായിട്ടുള്ള ദൗർബല്യമുള്ളതായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കുക എന്നുള്ള ഒരു വീക്ഷണത്തിൽ താൻ ആരംഭിച്ചതായിട്ടൊരു പ്രസ്ഥാനമാണ്. അതൊരു ചാരിറ്റബിൾ സൊസൈറ്റി ആയിട്ടൊക്കെ രജിസ്റ്റർ ചെയ്തു. കൂവപ്പടി ബേത്ലഹേം അഭയഭവൻ എന്ന് പറയുന്നതായിട്ടൊരു സ്ഥാപനവും അവിടെ വളരുന്നതിന് ഇടയായിട്ട് തീർന്നു. കഴിഞ്ഞ 27 വർഷങ്ങളായി 5000-ത്തിലധികം തെരുവിൽ അലയുന്നതായിട്ടുള്ള ആളുകൾക്ക് അഭയം നൽകിയതായിട്ടൊരു സ്ഥാപനമായിട്ടത് മാറി. ഇപ്പോൾ ആ സ്ഥാപനത്തിൽ 400-ലധികം ആളുകൾക്ക് സംരക്ഷണം നൽകുകയും ചെയ്യുന്നുണ്ട്. സംരക്ഷണം നൽകുക എന്ന് പറയുന്ന അവസരത്തിൽ വെറും ഒരു പാർപ്പിടം മാത്രമല്ലല്ലോ, അവർക്ക് ഭക്ഷണവും ജീവിതത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നൽകി കൊടുക്കുവാൻ കൊണ്ടിടയായിട്ട് തീരുക എന്നതാണ്. ഈ സ്ഥാപനത്തിൻ്റെ ആവശ്യത്തിനായി
ഇന്ന് നമ്മുടെ മന്ത്രിയായിരിക്കുന്ന മന്ത്രി രാജേഷിനെ കാണുവാനായിട്ട് പോയപ്പോൾ റോഡ് ആക്സിഡൻ്റ് ഉണ്ടായി. അതിൽ കാര്യമായ പരിക്കേറ്റ് ഏകദേശം 2 വർഷത്തോളം ആശുപത്രിയിൽ കിടന്നതിന് ശേഷമാണ് അവർ മരിപ്പാൻ ഇടയായിട്ട് തീർന്നത്. അതുകൊണ്ട് അവരിന്നില്ല, എന്നാൽ ആ സ്ഥാപനം ഇന്ന് നിലകൊള്ളുന്നു. ഇറസ്പെക്റ്റീവ് ഓഫ് ദ കാസ്റ്റ്, കളർ, ക്രീഡ്, ജെൻഡർ എല്ലാവരെയും ചേർത്ത് നിർത്തുവാൻ തക്കവണ്ണം മനസ്സ് വെച്ചതായുള്ള ഒരു ഗ്രഹനാഥയെക്കുറിച്ചാണ് ഞാൻ പറയുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നത്. സമകാലിക പ്രശ്നങ്ങൾ, അതിൻ്റെ സാധ്യതകൾ, ഇതെല്ലാം നാം ചിന്തിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ നമ്മൾ നിൽക്കേണ്ടതായുള്ളൊരു ചിന്തയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥിച്ചു, അവരെല്ലാവരും ഒന്നായിരിക്കണം എന്നത്. പിതാവേ, ഞാനും നീയും ഒന്നായിരിക്കുന്ന പോലെ അവരും എല്ലാവരും ഒന്നായിരിക്കണം. ദൈവം സൃഷ്ടിച്ചതായിട്ടുള്ള മനുഷ്യനെക്കുറിച്ചാണ് പറയുന്നത്, മാനവ സമൂഹത്തെക്കുറിച്ചാണ് പറയുന്നത്. യേശുക്രിസ്തുവിൻ്റെ ഈ മഹാപുരോഹിത പ്രാർത്ഥന ഇന്ന് അന്വർത്ഥമാക്കി തീർക്കുക എന്നതാണ് നമ്മളുടെ ഓരോരുത്തരുടെയും കർത്തവ്യം. ഒരു സഭ വിളിച്ച് വേർതിരിക്കപ്പെട്ടതായിട്ടുള്ള സമൂഹമാണ്. ഞാൻ ആദ്യമേ തന്നെ ഓർമ്മിപ്പിക്കട്ടെ, കമ്മ്യൂണിറ്റേറിയൻ ആകുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. പിന്നെയോ അത് ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിയിലും വളർച്ചയിലും ഭാഗഭാക്കായി തീരുവാൻ തക്കവണ്ണം ദൈവകരങ്ങൾ വിനിയോഗിക്കപ്പെടുന്നൊരു സമൂഹമായി തീരുക എന്നതാണ് ഓരോ വിശ്വാസ സമൂഹത്തെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത്. ഞാൻ സമകാലിക സാധ്യതകളെക്കുറിച്ച് 5 കാര്യങ്ങളും വെല്ലുവിളികളെക്കുറിച്ച് 5 കാര്യങ്ങളും പറഞ്ഞ് മുമ്പോട്ട് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. സമയത്തിൻ്റേതായുള്ള പരിമിതി ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ കാര്യങ്ങൾ മാത്രം പറയുന്നതിനായിട്ട് ശ്രമിക്കുകയാണ്. 1, ഷെയർഡ് വിറ്റ്നസ് ഇൻ ദ മിഷൻ ഓഫ് ദ കിങ്ഡം ഓഫ് ഗാഡ്. ഷെയർഡ് മിഷൻ. നമ്മളാരും ഈ ലോകത്തിൽ തനിയെ ജീവിക്കുന്നതിനായിട്ടുള്ളവരല്ല. ഈ ലോകത്തിൻ്റെ പ്രശ്നങ്ങളെ ഓരോന്നോരോന്നായി നാം കാണുമ്പോൾ അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ഇന്ന് അഡ്വക്കേറ്റ് പ്രകാശ് നമ്മളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരികയുണ്ടായി. എന്നാൽ ലോകമെങ്ങുമുള്ള ദാരിദ്ര്യം, അനീതികൾ, പരിസ്ഥിതി നാശം, അഭയാർത്ഥി പ്രശ്നങ്ങൾ തുടങ്ങിയ പ്രതിസന്ധികൾ നിലനിൽക്കുമ്പോൾ വിവിധ സഭകൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നത് കൂടുതൽ അർത്ഥവത്താണ് എന്ന് നാം മനസ്സിലാക്കണം. ഒരു സാമൂഹിക നീതിക്കായിട്ട് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം വെവ്വേറെ നിന്ന് പ്രവർത്തിക്കുക എന്നല്ല, ഒരുമിച്ച് കൈകോർത്ത് തോളോട് തോളിൽ നിന്ന് ഒരുമിച്ച് ആലോചിച്ച് കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരുക എന്നത്ര അർത്ഥമാക്കുന്നത്. രണ്ടാമതായിട്ട് ഓപ്പണിംഗ് ഡോർസ് ഫോർ ഇൻ്റർഫെയ്ത്ത് ഡയലോഗ്. ബഹുസ്വര മത സാംസ്കാരിക മണ്ഡലത്തിൽ സമാധാനവും സഹജീവിതവും പ്രോത്സാഹിപ്പിക്കുന്നത് പ്രധാനപ്പെട്ട എക്യുമെനിക്കൽ ദൗത്യമാണ്. മനുഷ്യ ജീവിതത്തിൽ പർപ്പസ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഇരയെ പിടിക്കുന്നതിനായിട്ട് ഓടുന്നതായിട്ടുള്ള ലയണെക്കുറിച്ചും ഇരയായിട്ട് തീരേണ്ടതായിട്ടുള്ള മാനിനെക്കുറിച്ചുമൊക്കെ ഉള്ളൊരു ചിത്രീകരണം. രണ്ടും ഓടുകയാണ്. എന്നാൽ നമുക്ക് മനസ്സിലാക്കാം, ഈ സിംഹത്തെക്കാളിലൊക്കെ മുമ്പിൽ പോകാനായിട്ട് സാധിക്കുന്നത് മാനാണ്. എന്താണ് ഇതിനകത്തുള്ള പ്രത്യേകത? ഒന്ന്, ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പോകുന്നതായിട്ടൊരു ഓട്ടമാണ്. മറ്റേത് ജീവന് വേണ്ടിയിട്ടുള്ള ഓട്ടമാണ്. ഏതാണ് പ്രാധാന്യം? ജീവൻ നൽകുക, ജീവൻ പരിപാലിക്കുക, ജീവൻ നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ്റെ കോണം അങ്ങേയറ്റം പരിശ്രമിക്കുക. നല്ല സെമിനാക്കാരൻ്റെയൊക്കെ ദൃഷ്ടാന്തം നമുക്കറിയാവുന്നതാണ്. വല്ല വിധേനയും രക്ഷപ്പെടുത്തണം. അതുകൊണ്ട് ജീവൻ നിലനിർത്തുക, ജീവനെ സംരക്ഷിക്കുക, പരിപാലിക്കുക, ഇത് വൈഡ് എക്യുമെനിസത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്നത് ഈ അവസരം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഓപ്പണിംഗ് ഡോർസ് ഫോർ ഇൻ്റർഫെയ്ത്ത് ഡയലോഗ്. 3, യുവതലമുറയുടെ ആഗോള ബോധം. ഗ്ലോബൽ കോൺഷ്യസ്നെസ് ഓഫ് ദ യങ്ങർ ജനറേഷൻ. വിദ്യാഭ്യാസവും ഡിജിറ്റൽ കണക്ടിവിറ്റിയും മൂലം
ഇന്ന് നമ്മളെക്കാളിലൊക്കെ മുൻപന്തിയിലാണ് നമ്മുടെ യുവജനങ്ങൾ എന്ന് പറയുന്നത്. അവരെ ഉൾക്കൊള്ളേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്നത് മറക്കരുത്. പലപ്പോഴും യുവജനങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ ഒരു ചർച്ചിനെക്കുറിച്ചോ ഒരു റിലീജിയനെ കുറിച്ചല്ല പറയുന്നത്, റിലീജിയൻലെസ് ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ചാണ് അവർ പറയാൻ ശ്രമിക്കുന്നത്. മനുഷ്യരായിട്ട് കാണുവാൻ, മറ്റ് സഭാവിഭാഗങ്ങളെ ചേർത്ത് നിർത്തുവാൻ ഒക്കെ ഉള്ളൊരു വിശാലമായുള്ള വീക്ഷണം ഇന്ന് യുവജനങ്ങളിലുണ്ട്. അത് അവരോട് സംസാരിക്കുന്ന അവസരത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിട്ട് തീരുന്നതാണ്. അവർ നോക്കുന്ന അവസരത്തിൽ ഇന്ന് കാണാനായിട്ട് കഴിയുന്ന ഒരു ചിത്രം, ദർ ആർ മോർ ഗോഡ് പ്രൊട്ടക്റ്റേഴ്സ്, ദൈവത്തെ സംരക്ഷിക്കുന്നതിനായിട്ട് കുടിയിരുത്തുന്നതിനായിട്ടൊക്കെ ശ്രമിക്കുന്നതായിട്ടുള്ള ഒരു പ്രവണതയാണ് കൂടുതൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. ബട്ട് നോട്ട് ഹ്യൂമൻസ്. മനുഷ്യനെ സംരക്ഷിക്കുന്നതിനായിട്ടുള്ള പ്രവണത കാണുന്നതിനായിട്ട് സാധിക്കുന്നില്ല. ഇത് ഗൗരവമായിട്ട് എടുക്കേണ്ടതായുള്ളൊരു വിഷയമാണ്. 4, കൊലാബറേറ്റീവ് പാർട്ടിസിപ്പേഷൻ ഇൻ സോഷ്യൽ സർവീസ്. ആരോഗ്യ, വിദ്യാഭ്യാസ, സേവന മേഖലകളിൽ സ്ഥാപനങ്ങൾ തമ്മിലുള്ള കൂട്ടായിട്ടുള്ള പ്രവർത്തനം കൂടുതൽ ഫലത്തെയും സാക്ഷ്യത്തെയും ഉറപ്പാക്കുന്നു. ഇന്ന് കോമ്പറ്റീഷനാണ് കൊലാബറേഷനേക്കാൾ അധികമായി. ഏതെങ്കിലും ഒരു പ്രദേശത്തെ ആശുപത്രികളെ നോക്കിയാൽ മതി, സ്കൂളുകളെ നോക്കിയാൽ മതി, എന്നെല്ലാം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒന്നൊന്നിനോടെ കിടപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയും കൂടുതൽ രോഗികൾ ഈ ആശുപത്രി വരണം, കൂടുതൽ കുഞ്ഞുങ്ങൾ ഈ സ്കൂളിൽ വരണം, കോളേജിൽ വരണം എന്നൊക്കെ പറയുന്നതായിട്ടുള്ള കാര്യങ്ങൾ. എൻ്റെ കൊലാബറേഷനേക്കാളിലൊക്കെ കൂടുതലായി കോമ്പറ്റീഷനാണ് കാണാനായിട്ട് സാധിക്കുന്നത്. കൊലാബറേഷൻ്റെ ഗുണം എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരു സമൂഹത്തെ അടൂർ പ്രദേശത്തെ മുഴുവനായി ഒരു ജിയോഗ്രാഫിക്കൽ ഏരിയ കാണുവാനായിട്ട് സാധിക്കുമെങ്കിൽ ആ പ്രദേശത്തുള്ള ആളുകൾക്ക് രോഗം വരരുത് എന്ന് ചിന്തിക്കുന്നതാണ് കൊലാബറേഷൻ്റെ ഫലം എന്ന് പറയുന്നത്. കോമ്പറ്റീഷൻ എന്ന് പറയുന്ന സമയത്ത് അവനെന്നാ സംഭവിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, എൻ്റെ സൗഖ്യമാണ് എൻ്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് ചിന്തിക്കുന്നത്. അതുകൊണ്ട് കോമ്പറ്റീഷനല്ല ആവശ്യമായിരിക്കുന്നത്, കൊലാബറേഷനാണ് ആവശ്യമായിരിക്കുന്നത് എന്ന് ഓർമ്മിപ്പിക്കട്ടെ. 5, തിയോളജിക്കൽ സംഭാഷണങ്ങളുടെ വികസനം. എക്സ്പാൻഷൻ ഓഫ് തിയോളജിക്കൽ ഡയലോഗ്സ്. പരസ്പരം തിരിച്ചറിയാനായിട്ടുള്ള അവസരങ്ങൾ ശക്തമാവുകയും അശാസ്ത്രീയമായ സംശയങ്ങൾ നീങ്ങുകയും ചെയ്യുക എന്നത്. മൈഗ്രേഷൻ്റെ കാലഘട്ടമാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നമ്മളെല്ലാവരും തലകുലുക്കി സമ്മതിക്കുന്നതായിട്ടുള്ളതാണ്. ബട്ട് മൈഗ്രേഷൻ ഓൾവേസ് സ്മെൽസ് ബ്ലഡ്. ഗാസയിലെ കാര്യങ്ങൾ ഓർത്താൽ മതി. ഞാനൊരു പുസ്തകത്തിൻ്റെ പുറം ചട്ടയിൽ കാണിച്ചിരിക്കുന്ന ഒരു കുഞ്ഞ്, ഇങ്ങനെ ഗാസയിലുള്ള കുഞ്ഞാണ്, ബ്രെഡ് കൈ കിട്ടിയിട്ടുണ്ട്, അത് കഴിക്കാനായിട്ടുള്ള താല്പര്യത്തിൽ കടിക്കുകയാണ്. എന്നാൽ ഏത് അവസരത്തിലാണ് ഈ കുഞ്ഞ് വെടിയേറ്റ് മരിക്കുവാനായിട്ട് പോകുന്നത് അതിനറിയാനായിട്ട് പാടില്ല. അതുകൊണ്ട് താൻ കഴിക്കുന്നതായുള്ള ബ്രെഡിൽ കൂടെ പോലും മരണം താൻ സ്വീകരിക്കേണ്ടി വരുന്നതായുള്ളൊരു കാഴ്ചയാണ് ഇന്ന് ലോകം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് വ്യത്യാസം ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് തിയോളജിക്കൽ സംഭാഷണങ്ങൾ ഉണ്ടാകണം എന്ന് ഞാൻ പറയുവാൻ്റെ കോണം ഇടയായിട്ട് എത്തുന്നത്. ഈ സംഭാഷണങ്ങളിലൂടെയാണ് മനുഷ്യത്വത്തെക്കുറിച്ചും മനുഷ്യ ജീവിതത്തെക്കുറിച്ചുമൊക്കെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കുന്നതിനും ഒക്കെ ഇടയായിട്ട് തീരുന്നത് വിവിധ സഭാവിഭാഗങ്ങൾ ആയിട്ടുള്ള ബന്ധത്തിൽ. സമകാലിക വെല്ലുവിളികളെക്കുറിച്ചും കൂടെ ഞാൻ 5 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നതിനായിട്ട് ശ്രമിക്കാം. 1, നമ്മളുടെ തത്വശാസ്ത്ര വ്യത്യാസങ്ങൾ, ഡോക്ട്രൈനൽ ആൻഡ് തിയോളജിക്കൽ ഡിഫറൻസസ്. പലപ്പോഴും നമുക്കുണ്ടാകുന്നതായുള്ള പ്രയാസങ്ങളെല്ലാം കൂദാശകൾ, സഭാഭരണരീതികൾ, പരമ്പരാഗത വിശ്വാസ ഘടനകൾ തുടങ്ങിയതായുള്ള വിഷയങ്ങളിലാണ്. അത് ഹനിക്കുന്നത് നമ്മളുടെ കൂട്ടായ്മ ബന്ധത്തെയാണ്, ഒരുമിച്ച് നിൽക്കുവാനായിട്ട് പ്രയാസം വരുന്നതായുള്ള സാഹചര്യം. അതുകൊണ്ട് പലപ്പോഴും അത് നമ്മെ പിന്നോട്ട് വലിക്കും. പരോക്കിലിസം എന്നുള്ളതായുള്ള വാക്ക് നമുക്കെല്ലാവർക്കും അറിയാം. ഇതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. നമ്മളുടെ ചുവട്ടടി മാത്രം കാണുവാനായിട്ട് ശ്രമിക്കുമ്പോൾ മറ്റൊരാളെ കാണാനായിട്ട് സാധിക്കാതെ പോകും. ഞാനെപ്പോൾ നടക്കുമ്പോൾ വടിയൊക്കെ ഉപയോഗിച്ച് നടക്കുന്നത്. ഈ പല ആളുകളും കൈമുത്താനായിട്ടൊക്കെ അടുത്ത് വരും. ഞാൻ മുഖത്ത് നോക്കിപ്പോയെങ്കിൽ ഞാൻ താഴെ പോകും. അതാണ് എൻ്റെ പ്രശ്നം. അതുകൊണ്ട് ഈ മുഖത്ത് നോക്കാതെയൊക്കെ കൈമുത്ത് കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യകത എനിക്ക് ഫീൽ ചെയ്യുന്ന അവസരത്തിൽ ഞാൻ ഈ പറയുന്ന ആശയം കൂടുതൽ വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചുവട്ടടി മാത്രം നാം നോക്കുമ്പോൾ വേറൊരാളുടെ ചുവട്ടടി കാണാനായിട്ട് പ്രയാസമായിട്ട് വരും. അവിടെയാണ് പരോക്കിലിസം വരുന്നത്. നമ്മൾ പറയും മഴ ഇഷ്ടമാണ്, എന്നാൽ മഴ വന്നു കഴിഞ്ഞാൽ ഉടനെ കൊട നിവർത്തി പിടിക്കും. വെയിൽ ഇഷ്ടമാണ് അല്ലേ, എന്നാൽ ഉടനെ തണൽ അന്വേഷിച്ച് നമ്മൾ യാത്ര ചെയ്യും. കാറ്റിഷ്ടമാണ്, എന്നാൽ ജനലും
കതകുമൊക്കെ പെട്ടെന്ന് നമ്മൾ അടയ്ക്കും. അപ്പോഴുള്ള ചോദ്യം, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ ഈ പറയുന്നൊന്നും അല്ലല്ലോ ജീവിതത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. മഴ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ കുട നിവർത്തി പിടിക്കും, വെയിലിഷ്ടമാണ് എന്ന് പറയുമ്പോൾ തണലും തപ്പിപ്പോകും, കാറ്റിഷ്ടമാണ് എന്ന് പറയുമ്പോൾ ജനലും കതവുമെല്ലാം ഇടുന്നതിനായിട്ട് ശ്രമിക്കും. അപ്പോൾ എനിക്ക് നിന്നെ ഇഷ്ടമാണ്, എനിക്ക് നിന്നോട് സ്നേഹമുണ്ട് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ എങ്ങനെയായത് വിശ്വസിക്കുവാൻ്റെ കൊണ്ട് സാധിക്കുന്നത്? ഞാൻ പറയുന്നതല്ല നിങ്ങൾ എഴുതി കുറിക്കുന്നത് എന്നത് പലപ്പോഴും ഈ പേപ്പറിലൊക്കെ വായിക്കുന്നതായുള്ള വാർത്തകളെക്കുറിച്ച് നാമേ പറയേണ്ടതായിട്ട് വരും. 2, പരസ്പര അവിശ്വാസവും ചരിത്രമുറിവുകളും, മ്യൂച്വൽ ഡിസ്ട്രസ് ആൻഡ് ഹിസ്റ്റോറിക്കൽ വൂൺസ്. ചരിത്രത്തിലെ തെറ്റിദ്ധാരണകളും രാഷ്ട്രീയ ഇടപെടലുകളും പലപ്പോഴും പൂർണ്ണ സൗഹൃദം സദാ അനുവദിക്കുന്നില്ല. സോഷ്യൽ മീഡിയ നമുക്ക് പരിചയമുള്ളതായിട്ടൊരു വിഷയമാണ്. ഗാലറി എന്ന് പറയുന്ന അവസരത്തിൽ നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്ത തന്നെ കളി കാണാനായിട്ട് പോയിരിക്കുന്നതായുള്ള ഗാലറികളെക്കുറിച്ചുള്ളത്. എന്നാൽ ടച്ച് സ്ക്രീനുള്ളതായിട്ടുള്ള എല്ലാ ആൾക്കാരും അവർ ഗാലറി എന്ന് പറയുന്നത് വേറൊരു അർത്ഥത്തിലാണ്. ആ ഗാലറിയിൽ ഇഷ്ടംപോലെ കാര്യങ്ങൾ നിറഞ്ഞ് കവിയുന്നതേ കാണാനായിട്ട് സാധിക്കും. ഒരു കാര്യം ചോദിക്കേണ്ടതായിട്ടുണ്ട്, നമുക്ക് ഇതിനകത്ത് വേണ്ടത് എന്താണ്, വേണ്ടാത്തത് എന്താണ് എന്നുള്ള ഒരു തരംതിരിവിന് സാധ്യമായിട്ട് തീരുമോ? കുറേയൊക്കെ ഡിലീറ്റ് ചെയ്യാനായിട്ട് കളയുമോ? നമ്മൾ എന്ത് കണ്ടാലും നമുക്ക് ഇഷ്ടമില്ലാത്തതും ഇഷ്ടമുള്ളതും ഒക്കെ കണ്ടാൽ ഉടനെ ഫോർവേഡ് ചെയ്യുക എന്നുള്ളത് നമുക്കിപ്പോൾ അറിയാവുന്നതായുള്ള വിഷയം. എന്നാൽ നമ്മുടെ സ്ക്രീനിൽ തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത പല കാര്യങ്ങൾ വന്ന് കുമിഞ്ഞു കൂടുന്നതായിട്ടുള്ള അവസരത്തിൽ വേണ്ടാത്തതിനെ തള്ളിക്കളയുവാനായിട്ട്, നോ പറയുവാനായിട്ട്, എന്നേക്കുമായിട്ട് നോ പറയുവാനായിട്ട്, ചിലതിനോട് യേസ് പറയുവാനായിട്ട് സാധ്യമായി തീരുന്നതായുള്ള രംഗത്തേക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കുമോ? അതിർത്തി ഇല്ലാത്ത മതനിരപേക്ഷത. 3, എക്സസീവ് സെക്യുലറിസം ആൻഡ് കൾച്ചറൽ പ്രഷേഴ്സ്. ധൃതിയിൽ ഞാൻ പോകുന്നത് എന്നോട് സത്യം ക്ഷമിക്കുക, സമയത്തിൻ്റേതായിട്ടുള്ള കുറവ് കൊണ്ടാണ് ഞാൻ പ്രകാരം ചെയ്യുന്നത്. എക്സസീവ് സെക്യുലറിസം ആൻഡ് കൾച്ചറൽ പ്രഷേഴ്സ്. വിശ്വാസ തത്വങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്ന സാംസ്കാരിക സമ്മർദ്ദങ്ങൾ ക്രിസ്തീയ ഐക്യത്തിൻ്റെ ആഴത്തെ ബാധിക്കുന്നു. വാട്ട് ഈസ് സെക്യുലറിസം? ഇന്ത്യയിൽ പറയുന്നതായുള്ള സെക്യുലറിസം അല്ല അമേരിക്കയിൽ പറയുന്നതായുള്ള സെക്യുലറിസം. ഇത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ എല്ലാ മതങ്ങളെയും ആദരിക്കുന്നതായുള്ള ഒരു സെക്യുലറിസത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ അമേരിക്കയിൽ പറയുന്നത് ഒരു മതത്തെയും ആദരിക്കാതിരിക്കുന്നതായിട്ടുള്ള, ഇൻഡിഫറൻസ് ഉള്ളതായിട്ടുള്ള, വേർതിരിവുള്ളതായിട്ടുള്ള ഒരു സെക്യുലറിസത്തെക്കുറിച്ചാണ് പറയാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന സെക്യുലറിസത്തിൻ്റെ അർത്ഥത്തെ എവിടെയാണ് നമുക്ക് ഒന്ന് ഫോക്കസ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്? പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലും മലയാളികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വെസ്റ്റേൺ കൾച്ചറിനെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഈ കാലയളവിൽ, ദ്രുതഗതിയിൽ ആ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ എവിടെയാണ് വിവിധ മതങ്ങളെ ആദരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷനെക്കുറിച്ചൊക്കെ ഇവിടെ പറയുന്ന അവസരത്തിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതാണ് പറയുന്നത്, അതുകൊണ്ട് എല്ലാ മതങ്ങൾക്കും സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം എന്നൊക്കെ നാം പറയുന്ന അവസരത്തിൽ മതത്തെ പോലും കാര്യമായി ഗൗനിക്കാത്തതായിട്ടുള്ള ഒരു നല്ല പറ്റം ആളുകൾ ഇന്ന് ലോകത്തിലുണ്ട് എന്നത് മറക്കുന്നതിനായിട്ടിടയാവരുത്. അങ്ങനെയുള്ളതായിട്ടുള്ള സാഹചര്യത്തിൽ KG ശങ്കര പിള്ളൈ എന്ന് പറയുന്നതായുള്ള മനുഷ്യനെ ഇപ്രകാരം പറയുകയുണ്ടായി. ഞാൻ പറയുന്നതല്ല നിങ്ങൾ കുറിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, മതം എന്നുള്ളതായിട്ടുള്ള വാക്ക് പറയുകയുണ്ടായി. അപ്പോൾ അവർ നമ്മളുടെ റിലീജിയൻ എന്നുള്ള അർത്ഥമുള്ള മതം എന്നത് കുറിക്കുകയുണ്ടായി. എന്നാൽ അതിനോട് ഒന്നിച്ച് തന്നെ അവർ കുറിച്ചതായുള്ള മറ്റൊരു വാക്കാണ് മതം എന്നുള്ളതായിട്ടുള്ള വാക്ക്, ദയ എന്നുള്ളതായിട്ടുള്ള ഇത് തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്. മതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നതും മതം എന്ന് പറയുന്നതായുള്ള നമുക്ക് ഒരു മാഡ്നസ് ഉണ്ടാകുന്നതായുള്ള വയലൻസ് ഉണ്ടാകുകയും ചെയ്യുന്നതായുള്ളൊരു രീതിയും ഒക്കെ സൂചിപ്പിക്കുന്നതായുള്ള മതവും തമ്മിൽ എത്രയോ വ്യത്യാസങ്ങളുണ്ട്, അന്തരങ്ങളുണ്ട്. ഇത് തമ്മിൽ തിരിച്ചറിയേണ്ടതായുള്ള ആവശ്യകത ഇന്നിവിടെയുണ്ട്. 4, ക്രൈസിസ് ഓഫ് ഐഡൻറ്റിറ്റി ആൻഡ് എക്ലേസിയൽ സെൽഫ്ഹുഡ്. എക്യുമെനിക്കൽ ശ്രമങ്ങൾ സഭയുടെ വ്യക്തിത്വം ഇല്ലാതാക്കി വിടുന്ന തോന്നൽ സൃഷ്ടിക്കുന്നതായിട്ടുള്ള രംഗമുണ്ട്. ഒരു ബുദ്ധ സന്യാസി ബുദ്ധൻ്റെ അടുത്ത് വന്ന് ഇപ്രകാരം പറഞ്ഞു, ഐ വോണ്ട് ഹാപ്പിനെസ്. അപ്പോൾ ഈ ഗുരു ആദ്യം പറഞ്ഞു, നീ ആദ്യം തന്നെ ആദ്യത്തെ വാക്കങ്ങ് ഡിലീറ്റ് ചെയ്യണം.
ഐ എന്നുള്ള വാക്ക് ഡിലീറ്റ് ചെയ്യണം. കാരണം അത് ഈഗോയെ സൂചിപ്പിക്കുന്നതായുള്ള വാക്കാണ്. രണ്ടാമത് പറഞ്ഞു വോണ്ട് എന്നുള്ളതായിട്ടുള്ള വാക്കുകൂടെ നീ ഡിലീറ്റ് ചെയ്യണം. കാരണം അത് നിൻ്റെ ഡിസയറിനെ സൂചിപ്പിക്കുന്നതായുള്ള സംഗതിയാണ്. ബുദ്ധിസത്തിൽ ഡിസയർ ആണല്ലോ എല്ലാ ദോഷങ്ങൾക്കും കാരണം. അതുകൊണ്ട് രണ്ട് ഡിലീറ്റ് ആണ്. അപ്പോൾ പിന്നീട് പറഞ്ഞു ഇഫ് യു ഡിലീറ്റ് ഐ ആൻഡ് വോണ്ട് വാട്ട് റിമെയിൻസ് ഈസ് ഹാപ്പിനെസ്. അതാണ് നിനക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നിനക്ക് ഹാപ്പിനെസ് ആവശ്യമുണ്ടെങ്കിൽ ഐയും വോണ്ടും ജീവിതത്തിൽ നിന്ന് മാറ്റുന്നതിനായിട്ട് ശ്രമിക്കണം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഈ ശുശ്രൂഷ നമ്മുടെ കാലം ചെയ്ത പത്മശ്രീ ഫിലിപ്പോസ് മാർ ക്രിസ്തോസ്തിന് പറയും, ഈ കർത്താവായ യേശുക്രിസ്തു കുഷ്ഠരോഗിയാണ് തൊട്ടത്. എന്നാൽ നമുക്കിഷ്ടം കുഷ്ഠരോഗി ആദ്യം സൗഖ്യമാക്കണം, പിന്നെ തൊടുന്നതാണ് ഇഷ്ടം. നമ്മളുടെ ഈ ജാതീയ ചിന്ത, കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഇല്ല എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും നമ്മളുടെ മനസ്സിലുണ്ട്. അത് ദോഷകരമാണ് ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനത്തിൽ. ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായി ഈ ലോകത്തിൽ ജീവിക്കുക എന്ന് പറയുന്ന അവസരത്തിൽ മനസ്സരിവോടും ആർദ്രതയോടും കൂടി ആവശ്യത്തിലിരിക്കുന്ന ആളുകളെ കാണുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരണം. നമ്മളുടെ മദർ തെരേസയെക്കുറിച്ച് ഒരു ഇല്ലസ്ട്രേഷനുണ്ട്. അവർ കാളികെട്ടിൽ ഒരു സ്ഥാപനം ആരംഭിച്ച അവസരത്തിൽ ചുറ്റുപാടുമുണ്ടായിരുന്ന ക്രൈസ്തവേതരായിട്ടുള്ള ആളുകൾ അന്നത്തെ കളക്ടറുടെ അടുത്ത് എന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ അമ്മ അവിടെ ഞങ്ങളുടെ ടെമ്പിളിന് കാളികെട്ടിന് തൊട്ടടുത്ത് ഒരു മന്ദിരം തുടങ്ങുന്നത് ഇഷ്ടമില്ല. അപ്പോൾ കളക്ടർ പറഞ്ഞ പ്രകാരമാണ്, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ എൻ്റെ കൂടെ വാ, നമുക്ക് അവിടോട്ടൊന്ന് പോകാം, അവിടെ എന്താ നടക്കുന്നതെന്ന് കാണാം. അവിടെ ചെന്നതായിട്ടുള്ള അവസരത്തിൽ വളരെ വയോധികരായിട്ടുള്ള ആളുകളെ, വൃദ്ധരായിട്ടുള്ള ആളുകളെയൊക്കെ പരിപാലിക്കുന്നതായിട്ടുള്ളൊരു കേന്ദ്രമാണ്. അപ്പോൾ അമ്മ ഒരാൾക്ക് ഈ പോറിഞ്ച് കൊടുക്കുന്നതിനായിട്ട് ശ്രമിക്കുന്ന അവസരത്തിൽ അദ്ദേഹം ഛർദ്ദിക്കുകയാണ്. വയോധികരായിട്ടുള്ള ആളുകൾ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ഛർദ്ദിക്കുന്നതാണ്. ഛർദ്ദിക്കുന്ന അവസരത്തിൽ പെട്ടെന്നൊരു പാത്രം എടുക്കാനൊന്നുമില്ല, ഉടനെ കൈ ഇങ്ങനെ കാണിച്ചു കൊടുത്തു, കയ്യിലോട്ട് ശ്രദ്ധിച്ചു. എന്നിട്ട് കൊണ്ടുപോയി കളഞ്ഞ് പിന്നെ കൈ വൃത്തിയാക്കി പിന്നെ വന്നാണ് ബാക്കി പിന്നെ പോറിഞ്ച് കൊടുക്കുന്നതിന് ശ്രമിക്കുന്നത്. ആ മനുഷ്യനെയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം കളക്ടർ പറഞ്ഞു, നിങ്ങൾ കണ്ടതായുള്ള ഈ ശുശ്രൂഷ എന്ന് നിങ്ങൾ ഇവിടെ ചെയ്യുവാനായിട്ട് ആരംഭിക്കുമോ അന്ന് ഞാൻ അമ്മയോട് പറയാൻ പോയിക്കൊള്ളാൻ. ആരും ചെയ്യാത്തതായുള്ള ശുശ്രൂഷ ചെയ്യുന്നതായിട്ടുള്ള ഒരു സ്ഥാപനത്തെ എങ്ങനെയാണ് എനിക്ക് വേണ്ട എന്ന് പറയാൻ സാധിക്കുന്നത്? മനുഷ്യനെ മനുഷ്യനായിട്ട് കണ്ട് അന്ത്യശ്വാസം വലിക്കുന്നവരെയും നിന്നോട് ദൈവത്തിന് സ്നേഹമുണ്ട് എന്ന് ക്രിസ്തുവിൽ പറയുവാൻ കൊണ്ട് ഇടയായി തന്ന ഒരാളെ വേണ്ട എന്ന് പറയാൻ എങ്ങനെ എനിക്ക് സാധിക്കുന്നത്? അതുകൊണ്ട് നിങ്ങൾ ചെയ്യാദ്യം ഇത് നിങ്ങൾ ചെയ്യുന്നത് ആ കാലഘട്ടം വരെയും അവരോട് തുടരേണ്ടത് എൻ്റെ ഈ ഡിസ്ട്രിക്റ്റിൻ്റെ ആവശ്യമാണ് എന്നത് ഡിസ്ട്രിക്ട് കളക്ടറെ പറഞ്ഞത് മദർ തെരേസയെക്കുറിച്ചുള്ളൊരു ഇല്ലസ്ട്രേഷനാണ്. എന്താണ് ക്രിസ്ത്യൻ മിനിസ്ട്രി എന്നുള്ളതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നതിനായിട്ടാണ് ഞാനത് പറഞ്ഞത്. അതുകൊണ്ട് വളരെ ശക്തമായിട്ടുള്ള സമ്പന്നമായിട്ടുള്ള സഭയുടേതായിട്ടുള്ള ശുശ്രൂഷകൾ ഇന്ന് ലോകത്തിന് കാഴ്ചവെക്കുവാൻ തക്കവണ്ണം ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുവാൻ ദൈവം നമ്മയെല്ലാം സംഗതിയാക്കട്ടെ എന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നു. മുന്നോട്ടുള്ള വഴികളിലൂടെ ഞാനൊരു 5 കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അവസാനിപ്പിക്കുകയാണ്. 1, സ്നേഹത്തിലും പരസ്പര ബഹുമാനത്തിലും അധിഷ്ഠിതമായുള്ള സംഭാഷണം തുടരുന്നതിനിടയായിട്ട് തീരണം. നമ്മൾ പറയുന്നതെല്ലാം നമ്മളെ ആരെയും ബാധിക്കാത്തതല്ല കാര്യങ്ങളല്ല. നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് സംസാരിക്കുന്നതായുള്ള വിഷയം ഉണ്ടാവണം. 2, കൂട്ടായിട്ടുള്ള ദൗത്യങ്ങൾക്കായി പ്രായോഗിക പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. 3, യുവതലമുറയെ സജീവ പങ്കാളികളാക്കേണ്ടത് അനിവാര്യമാണ്. ഞാൻ നേരത്തെ പറയുകയുണ്ടായല്ലോ. 4, തത്വശാസ്ത്ര വ്യത്യാസങ്ങളെ ഭീഷണി എന്ന് കരുതുകയല്ല, പിന്നെ സമ്പുഷ്ടമാക്കുന്ന വൈദ്യം എന്ന നിലയിൽ കാണണം. 5, നീതി, സമാധാനം, പരിസ്ഥിതി സംരക്ഷണം എന്നീ ദൈവരാജ്യ മൂല്യങ്ങൾ മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകുന്നതിനായിട്ട് നമുക്ക് സാധിക്കുകയും വേണം. എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. ഒരു സന്യാസി ഒരു മലയുടെ മുകളിലിരുന്ന് തൻ്റെ തപസ് തുടരുകയാണ്. അപ്പോൾ ഒരു രത്ന വ്യാപാരിക്ക് ഒരാഗ്രഹം, 2 നല്ല രത്നങ്ങൾ അദ്ദേഹത്തിൻ്റെ പാദപീഠത്തിൽ കൊണ്ടുവന്ന് വെച്ച് അദ്ദേഹത്തിന് കൊടുത്തതിന് ശേഷം പോകണം. അദ്ദേഹം അവിടെ ചെല്ലുന്ന അവസരത്തിൽ ഈ
ഋഷി തപസ്സിലിരിക്കുകയാണ്. അതുകൊണ്ട് കണ്ണു തുറക്കുന്നില്ല, കാണാനായിട്ട് പാടില്ല, എന്താ ചുറ്റുപാട് നടക്കുന്നു ഒന്നും അറിയുന്നില്ല. അപ്പോൾ കുറേ നേരം നോക്കിയതിന് ശേഷം ഈ വ്യാപാരി പറഞ്ഞു, എന്നാൽ ഞാൻ ഈ 2 വജ്രങ്ങൾ അദ്ദേഹത്തിൻ്റെ പാദപീഠത്തിൽ വെച്ചിട്ട് പോകാം. അങ്ങനെ അദ്ദേഹം വെച്ചിട്ട് പോയി. എന്നാൽ ഈ മല ഇറങ്ങുന്ന അവസരത്തിൽ വീണ്ടും ഒരു വിചാരമുണ്ടായി, ഞാനിങ്ങനെ വെച്ചിട്ട് പോയാൽ ഈ ഋഷി കണ്ണൊക്കെ തുറന്ന് നോക്കുമ്പോൾ ഇതാരാ തന്നത്, ആരാ വെച്ചത് എന്നൊന്നും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അവിടേക്കൊന്ന് പോകട്ടെ. അദ്ദേഹം അവിടെ ചെന്ന് എത്തിയതായുള്ള അവസരത്തിൽ ഋഷി കണ്ണു തുറന്ന് കൈയും കാലും ഒക്കെ ഒന്ന് നിവർക്കുന്നു. നമുക്കറിയാമല്ലോ, ഒത്തിരി നേരം ഇരിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ കൈയും കാലും നിവർക്കേണ്ടതായിട്ടുള്ള അവസരം. അങ്ങനെ നിവർത്തതായിട്ടുള്ള അവസരം ഈ വജ്രത്തിൽ കാല് തട്ടി അടുത്തുള്ളതായിട്ടുള്ള ജലാശയത്തിലേക്ക് പോയി, നദിയിലേക്ക് പോയി, വെള്ളത്തിലേക്ക് പോയി. വ്യാപാരിക്ക് വളരെയധികം ദുഃഖമുണ്ടായി. കാരണം താൻ വളരെ വിലപ്പെട്ടതായിട്ടുള്ളൊരു ഋഷിക്ക് കൊടുക്കാൻ കൊണ്ടുവന്നതാണല്ലോ, അത് നഷ്ടപ്പെട്ടു പോയി. എന്നാൽ വ്യാപാരി ചിന്തിച്ചിട്ട് ഈ ഋഷിയോട് പറഞ്ഞു, ആ രത്നം എവിടെയാണ് വെള്ളത്തിൽ വീണതെന്ന് പറയാമെങ്കിൽ ഞാനത് എടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഋഷി കാൽ നിർത്ത മറ്റേ രത്നം കൂടി തട്ടി ദൂരെ കളഞ്ഞിട്ട് പറഞ്ഞു, ആ രത്നം പോയി വീണതായിട്ടുള്ള സ്ഥലത്താണ്. ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, there are differences in the humankind. ഡിഫറൻസസ് ഇൻ ഹ്യൂമൻ കൈൻഡ്. വേണം എന്നാഗ്രഹിക്കുന്നവരും വേണ്ട എന്നാഗ്രഹിക്കുന്നവരും ഈ ലോകത്തിലുണ്ട്. വേണം എന്നാഗ്രഹിക്കുന്നവരും വേണ്ട എന്നാഗ്രഹിക്കുന്നവരും ഈ ലോകത്തിലുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്, പരമാർത്ഥമാണ്. ഈ ഡിഫറൻസസിനെ ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് സാധിക്കുന്നതായുള്ള അവസരത്തിൽ മാത്രമേ എക്യുമെനിസം ഒരു വൈഡർ എക്യുമെനിസമായിട്ട് സ്വീകരിക്കുന്നതിനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാ വിഭജനങ്ങളെയും അതിജീവിക്കുന്നതിനായി ദൈവം തമ്പുരാൻ നമ്മയെല്ലാം ശക്തീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിൽ സമസൃഷ്ടങ്ങളുടെ മധ്യത്തിൽ ദൈവം തമ്പുരാൻ നമ്മെ ആക്കിയിരിക്കുമ്പോൾ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ദൈവത്തിൻ്റെതാണ് ഈ ലോകം, ദൈവം സൃഷ്ടിച്ചതാണ് സകല മനുഷ്യർ. ഈ മനുഷ്യരെ ദൈവമക്കളായിട്ട് കാണുന്നതിനും ദൈവരാജ്യത്തിൻ്റെ പദവിയിലേക്ക് അനുഗ്രഹങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നതിനും നമ്മളൊരു മുഖാന്തരമായിട്ട് തീരുന്നതിനിടയായി തീരണം എന്നത് ആഗ്രഹിക്കാം. നിങ്ങളുടെ എല്ലാ അനുഭവത്തോടുകൂടി പൗലോസ് കൊർന്നല്യോസിൻ്റെ അടുത്ത് പോയ അവസരത്തിൽ പറഞ്ഞതായിട്ടുള്ള വാക്യം ഓർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. ദൈവത്തിന് മുഖപക്ഷമില്ല, ദൈവത്തിന് മുഖപക്ഷം ഇല്ല. എന്തിനാണ് കൊർന്നല്യോസിൻ്റെ അടുത്ത് പോയത് എന്നുള്ളത് അന്നത്തെ യഹൂദന്മാരെ വളരെയധികം ക്രോധിച്ചതായുള്ളൊരു വിഷയമാണ്. സർക്കംസ്ലൈസ്ഡ് ആകാതെ ക്രിസ്ത്യാനിയാകാൻ ഒക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതായുള്ളൊരു കൂട്ടർ. അതിൻ്റെ മധ്യത്തിൽ ദൈവം തൻ്റെ ആത്മാവിനെ ആർക്കും നൽകും എന്ന സത്യത്തെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുവാനൊക്കെയാണ് ഇടയായി തീർന്നതായിട്ടുള്ള സാഹചര്യം. എല്ലാവരെയും ചേർത്ത് നിർത്തുന്നതായിട്ടുള്ള ഒരു മനസ്സിൻ്റെ ഉടമകളായി തീരുവാൻ സർവശക്തനായുള്ള ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവത്തോടു കൂടി കേരള കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ ഈ വാർഷിക അസംബ്ലി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിക്കുന്നു. ഇങ്ങോട്ട് മൈക്കില്ല.
സന്ദേശത്തിനായി കുര്യാക്കോസ് മാർ സേവേറിയോസ് വലിയ മെത്രാപ്പൊലീത്ത തിരുമേനിയെ ക്ഷണിച്ചു. മാർത്തോമ യൂത്ത് സെൻറ്റർ അടൂരിൽ അതിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവജനവുമേ, നമ്മളുടെ ഈ ഡയസ് വേദിയെ അനുഗ്രഹിക്കുകയും അലങ്കരിക്കുകയും ചെയ്യുന്ന എല്ലാ അഭിമന്യരായ പിതാക്കന്മാർ, നമ്മുടെ ഈ വേദിയിലും സദസ്സിൽ ഉപവിഷ്ടരായിരിക്കുന്ന വന്യരായ കോറപ്പിസ്കോപ്പന്മാരെ, വൈദിക ശ്രേഷ്ഠരെ, വിവിധ ചർച്ചുകളിലെ വിവിധ ഡയോസസുകളിൽ വലിയ റെസ്പോൺസിബിൾ പോസ്റ്റുകൾ ഹോൾഡ് ചെയ്യുന്നതായ വൈദിക ശ്രേഷ്ഠർ, അതുപോലെ തന്നെ ഈ കൂടിവരവിനെ സമ്പുഷ്ടമാക്കുന്ന നമ്മുടെ ആത്മായ പ്രമുഖർ, നിങ്ങളുടെയൊക്കെ ഈ മുഖത്തേക്ക് നോക്കുമ്പോഴും അല്ലാതെയും ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് വ്യത്യസ്ത ഫീൽഡുകളിൽ വലിയ വെറ്ററൻസായിട്ട്, സ്റ്റാൾവാർട്ടുകളായിട്ട്, VIP-കളായിട്ട്, ലൂമിനസായിട്ട് ഒക്കെ പ്രശോഭിക്കുന്നവരാണ് നാമൊക്കെയും നമ്മുടെ സഹോദരങ്ങൾ. ഒപ്പം നമ്മുടെ സഹോദരിമാരും നമ്മളുടെ കൂടെ ഉണ്ടല്ലോ. എല്ലാവരെയും പ്രത്യേകിച്ചു KCCയുടെ കേന്ദ്ര ഭാരവാഹികൾ, മറ്റ് ഭാരവാഹികൾ എല്ലാവരെയും ഞാൻ ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ പ്രകാശ് പി തോമസ്, അദ്ദേഹം ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠൻ സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ ബാക്ക് ബോണാണ് എന്ന് പറഞ്ഞു. അതിൽ കൂടുതൽ പിന്നെ പറയേണ്ടതില്ലല്ലോ. അതോടൊപ്പം തന്നെ ഇവിടെ മുൻ പ്രാസംഗികർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ അടൂരിനെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിച്ചു. ഡെന്നീസ് എന്ന് പറയുന്ന കൊച്ചു സഹോദരൻ, അദ്ദേഹം ഉൾപ്പെടെ വലിയ വളരെ വൈബ്രൻ്റ് ആണ് എന്ന് ഇവിടെ പറഞ്ഞു. മറ്റെല്ലാവരെയും ഞാൻ ഓർക്കുന്നു. ഇവിടെ മെൻഷൻ ചെയ്ത നാമം മാത്രം ഞാൻ എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടെ പ്രാർത്ഥനയൊക്കെ നമുക്ക് സമർപ്പിച്ച പ്രിയപ്പെട്ട വന്യനായ കോറപ്പിസ്കോപ്പ ഉൾപ്പെടെ എല്ലാ പ്രിയപ്പെട്ടവരുമേ, നമ്മുടെ ഈ കൂടിവരവ് ഉദ്ഘാടനം ചെയ്ത് ഇപ്പോൾ നമ്മിൽ നിന്നും അത്യാവശ്യത്തെ തുടർന്ന് കടന്നുപോയിരിക്കുന്ന മാർത്തോമാ സഭയുടെ പരമമേലധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മെത്രാപ്പൊലീത്ത തിരുമനസ് എത്ര ബ്ലെസ്ഡ് ആൻഡ് ഇൻഡെപ്തായിട്ടുള്ള നല്ല ബുള്ളറ്റ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് പോലെയാണ് ഇവിടെ പ്രസൻറ്റ് ചെയ്തത്. നാമൊക്കെയും ശ്രദ്ധിച്ചു. ടൈം വളരെ ലിമിറ്റഡ് ആയതുകൊണ്ട് അതിൻ്റെ വിത്തൗട്ട് ഫർദർ എക്സ്പ്ലനേഷൻ എല്ലാം മെൻഷൻ ചെയ്തു പോയതും നമ്മൾ ഓർക്കട്ടെ. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ എസ്പെഷ്യലി പൊളിറ്റിക്കൽ സിറ്റുവേഷൻ, സോഷ്യലായിട്ടുള്ള കൾച്ചറലായിട്ടുള്ള സിറ്റുവേഷനെ മെൻഷൻ ചെയ്തുകൊണ്ട് പ്രകാശ് പി തോമസും കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇവിടെയൊക്കെയും നാം കാണുന്നതായ ഒരു കാര്യമെന്ന് പറയുന്നത്, ഇവിടെ എനിക്ക് തോന്നുന്നത് വളരെ പർപ്പസ്ലിയാണ് വിശാല എക്യൂമിനിസം എന്ന് പറഞ്ഞു. അത് മുൻ പ്രാസംഗികരും എല്ലാം സൂചിപ്പിച്ചല്ലോ, പ്രസിഡന്റ് തിരുമേനി ഉൾപ്പെടെ സൂചിപ്പിച്ചു. അപ്പോൾ വിശാല എക്യൂമെനിസം, അതിനെ അഭിനന്ദ തിയഡോഷ്യസ് തിരുമേനി പ്രപഞ്ചത്തെ വരെ ഉൾപ്പെടുത്തുന്നത് അതിൽപ്പെടും എന്ന് തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. സകല ചരാചരങ്ങളെ എന്നുള്ള അർത്ഥത്തിൽ ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അതൊക്കെ നമ്മൾ സ്വീകരിച്ച് നിൽക്കുന്ന ഈ അവസരത്തിൽ മറ്റ് വിശദാംശങ്ങളിലേക്ക് കടക്കാതെ ഞാൻ നിങ്ങളുടെ സ്നേഹത്തോട് അനുവദിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ പറഞ്ഞു നിർത്തുവാൻ ആഗ്രഹിക്കുന്നത്, നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ വിശാല എക്യൂമെനിക്കൽ ആ സമ്മേളനം കൂടുമ്പോൾ ആ സാഹചര്യത്തിൽ അതിൻ്റെ പോസിബിലിറ്റീസ് അതിനെക്കുറിച്ച് പറയുന്നു. ഓഫ് കോഴ്സ് ചലഞ്ചസ് ആർ ദെയർ. അപ്പോൾ ഈ പോസിബിലിറ്റീസും ചലഞ്ചസും തമ്മിൽ വാസ്തവത്തിൽ എങ്ങനെ നമുക്ക് ചേർത്ത് കൊണ്ടുപോകാമെന്നുള്ളതാണ് വാസ്തവത്തിൽ ഇവിടെ ചിന്തിക്കേണ്ടത്. ഒരു വശത്ത് പോസിബിലിറ്റീസ് ഉള്ളപ്പോൾ മറുവശത്ത് ചലഞ്ചസ് ഉള്ളപ്പോൾ ഇത് ബാലൻസ് ചെയ്തു പോകണമെന്നുള്ളത് ഇറ്റ്സ് വെരി ക്ലിയർ. ഹൗ ഷുഡ് ബി ഈ സാധ്യതകളും അതിന് ബുദ്ധിമുട്ട് വരുത്താവുന്ന ഓബ്സ്റ്റക്കിൾസ്, ഇഷ്യൂസ്, പ്രോബ്ലംസ് അത് എങ്ങനെ ചേർത്ത് പോകാം, അതെല്ലാം
ഇന്നും നാളെയുമായിട്ട് ഈ ഒരു ഉദ്ഘാടന സമ്മേളനം മാത്രമല്ല, ഇന്നും ഉച്ച കഴിഞ്ഞ് നാളെയും എല്ലാം സമ്മേളനം തുടരുമ്പോൾ അതെല്ലാം അനുകൂലവുമായി നമുക്ക് നല്ല ചിന്തകൾ ക്രിസ്തുവേശു ഹോളി സ്പിരിറ്റ് ഫിൽഡായിട്ട് നമ്മളെയൊക്കെ ഫില്ല് ചെയ്ത് അതിന് നല്ല ചിന്തകൾ പകർന്നു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറയട്ടെ. ഈ സൃഷ്ടപ്രപഞ്ചത്തിൽ സൃഷ്ടിതാവിൻ്റെ സാന്നിധ്യമായി വാസ്തവത്തിൽ വർത്തിച്ചുകൊണ്ട് ദൈവത്തെ വാഴ്ത്തുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. വാസ്തവത്തിൽ വിളിക്കപ്പെട്ടിരിക്കുകയാണ് എല്ലാ മതങ്ങളും. വൺ വേ ഓർ അതർ നമ്മളതാ പറയുന്നത്. എല്ലാവരും പറയുന്നത് നമ്മുടെ ഓൾമൈറ്റി ഗോഡ്. എല്ലാ മതങ്ങളും അങ്ങനെ പറയുന്നുണ്ട്. പേരുകൾ എന്തു പറഞ്ഞിരുന്നാലും അതങ്ങനെ തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ദൈവ ആരാധന, വി ഹാവ് ടു വർഷിപ്പ് അവർ ലോർഡ് ഗോഡ്, അത് എല്ലാ മതങ്ങളും പറയുന്നതാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഞാൻ നിങ്ങളുടെ സ്നേഹത്തോട് പറയട്ടെ, അപ്പോൾ മനുഷ്യനെ വാസ്തവത്തിൽ ദൈവീകതയിലേക്കും മാനവികതയിലേക്കും വിളിച്ച് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് മതങ്ങളെല്ലാം, പ്രത്യേകിച്ച് മേജർ റിലീജിയൻസ്, നോ ഡൗട്ട് അറ്റ് ഓൾ, അങ്ങനെയാണ് നമ്മൾ നിലകൊള്ളുന്നത്. അതാണ് മതത്തിൻ്റെ ധർമ്മം. ഫണ്ടമെൻ്റലായി ബേസിക്കായി ധർമ്മവും അത് തന്നെയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ പുണ്യത്തിലും ധർമ്മത്തിലും വളരാൻ പഠിപ്പിക്കാത്ത ഏതു മതമാണ് ഉള്ളത്? പുണ്യം ചെയ്യണം, പുണ്യപ്രവർത്തികൾ ചെയ്യണം. ഏത് മതമാണ് അത് വേണ്ടെന്ന് പറയുന്നത്? ആ ധർമ്മം ഇതിലെ പരിശീലിപ്പിക്കുന്നുണ്ട് എല്ലാ മതങ്ങളും എന്നുള്ളതും നാം അറിയുന്നു. അപ്പോൾ എന്നാൽ ഒരു വ്യത്യാസമുള്ളത്, മനുഷ്യൻ്റെ ദൈവാന്വേഷണത്തിൻ്റെ ഫലമായി രൂപം കൊണ്ട മതങ്ങളുമുണ്ട്. ഐ വുഡ് ലൈക്ക് ടു റിപ്പീറ്റ് ഇറ്റ്. മനുഷ്യൻ്റെ ദൈവാന്വേഷണത്തിൻ്റെ ഫലമായി രൂപപ്പെട്ടിരിക്കുന്ന മതങ്ങൾ ഈ ലോകത്തുണ്ട്. അപ്പോൾ തന്നെ ദൈവം മനുഷ്യ ചരിത്രത്തിലേക്ക് സ്വയം ഇറങ്ങി വെളിപ്പെടുത്തിയതിൻ്റെ ഫലമായി രൂപം കൊണ്ട മതങ്ങളുമുണ്ട്. വി നോ ദാറ്റ് ഡിഫറൻസ്. There is a lot of difference, a world of difference. ദൈവം നേരിട്ട് ഡിവൈൻ ഇൻ്റർവെൻഷൻ ഉണ്ടാകുകയാണ് മനുഷ്യ ചരിത്രത്തിലേക്ക്. അതാണ് ക്രിസ്തു മതം. നമ്മൾ ദൈവത്തെ അന്വേഷിച്ചതിനേക്കാൾ ഉപരിയായി നമ്മൾ ക്രൈസ്തവർ ചിന്തിക്കുമ്പോൾ മനുഷ്യ ചരിത്രത്തിലേക്ക് ഇറങ്ങി വരുവാൻ ദൈവം തയ്യാറായി. ആ ദൈവം വെളിപ്പെടുത്തുന്നു ചരിത്രത്തിൻ്റെ ഭാഗം പോലുമായി. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് BC AD തീർന്നു. കോൺക്രീറ്റ് എവിഡൻസ് ആണത്. അപ്പോൾ നമുക്ക് ആ വിധത്തിൽ ഹിസ്റ്ററിയുടെ ഭാഗമാണെന്നുള്ളതിന് ഇതിനേക്കാൾ കൂടിയ തെളിവെന്താ വേണ്ടത്? BC AD ചരിത്രം രണ്ടായി തിരിഞ്ഞു. അപ്പോൾ അതിൻ്റെ ആ ക്രിസ്തുയേശുവിൻ്റെ പ്രിയപ്പെട്ട മക്കൾ, ശിഷ്യരാണ് നമ്മളെന്ന് ഓർക്കുമ്പോൾ എത്രമാത്രം നമ്മൾ ദൈവത്തോട് നന്ദി വേണം. വി ഷുഡ് ബി താങ്ക്ഫുൾ അവർ ലോർഡ് ഗോഡ്. അതോടൊപ്പം തന്നെ അതിൽ നമുക്ക് അഭിമാനിക്കുവാനും സാധിക്കുകയും ചെയ്യുമല്ലോ. എന്നാൽ മതങ്ങളുടെ പേരിൽ സംഘർഷമുണ്ടാകുന്നു എന്നുള്ളതാണ് ഇറ്റ്സ് എ ഫണ്ണി തിങ്. എല്ലാ മതങ്ങളും പുണ്യമാ പറയുന്നത്, എല്ലാ മതങ്ങളും ധർമ്മമാ പറയുന്നത്. ബട്ട് സ്റ്റിൽ അവിടെ എങ്ങനെയാണ് സംഘർഷം ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ഇവിടെ മുൻ പ്രാസംഗികർ സൂചിപ്പിച്ചതുപോലെ ഭരണകർത്താക്കളിൽ നിന്ന് പോലും പല പല വിഷയങ്ങൾ, നോട്ട് ഓൺലി ഇൻ ഇന്ത്യ, ഓൾ ഓവർ ദ വേൾഡ്, എത്രയോ രാജ്യങ്ങളിൽ പെർസിക്യൂഷനെക്കുറിച്ച്, റിലീജിയസ് പെർസിക്യൂഷനെക്കുറിച്ച് പറയുന്നത് നമുക്കറിയാം. അപ്പോൾ ഒരു ഭാഗത്ത് ഓൺ വൺ സൈഡ് നമ്മൾ പുണ്യമെല്ലാം പറയുമ്പോഴും ഓൺ ദ അതർ സൈഡ് കോൺഫ്ലിക്റ്റ് ഈസ് ദെയർ. അപ്പോൾ ആ രീതിയിൽ വേണം വിശാല എക്യൂമെനിസത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാനെന്ന് നിങ്ങളുടെ സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തട്ടെ. അപ്പോൾ തന്നെ ക്രിസ്തീയതയുടെ സവിശേഷതകൾ എന്താ? ഇപ്പം നമ്മൾ പറയുകയാണ് ഐ ആം എ ക്രിസ്ത്യൻ, എ ട്രൂ ഫോളോവർ ഓഫ് ക്രൈസ്റ്റ് ലോർഡ് ഗോഡ് ക്രൈസ്റ്റ് ജീസസ്. ഉടനെ ഒരാൾ ചോദിക്കുകയാണ്, ഞങ്ങളുടെ മതവുമായിട്ട് ഞങ്ങൾ നന്മയാ ആഗ്രഹിക്കുന്നത്, നന്മ പ്രവർത്തിക്കാനാണ് ഞങ്ങളും പറയുന്നത്. വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അവർ റിലീജിയൻ ആൻഡ് യുവർ റിലീജിയൻ? ക്രിസ്ത്യൻസ് എന്ന് ചോദിച്ചാൽ, ക്രിസ്ത്യാനിറ്റിയുടെ എന്ത് എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ചുള്ള ഒരു ഉത്തരം കണ്ടെത്താനായിട്ട് ഞാൻ പറയുന്നത് ഈ 2 ദിവസത്തെ സമ്മേളനവും മറ്റ് സമ്മേളനങ്ങളും നമുക്ക് സാധിക്കണം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ തത്വചിന്തകനായ ബ്ലെയ്സ് പാസ്കൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ അനേകർ കേട്ടിട്ടുണ്ടല്ലോ. ബ്ലെയ്സ് പാസ്കൽ പറയുന്നത്, ഇക്കാലത്ത് സത്യം ഏറെ ഇരുട്ടിൽ ആഴ്ത്തപ്പെടുകയും നുണ അല്ലെങ്കിൽ കള്ളം ഏറെ വ്യാപിക്കുകയും ചെയ്യുന്നു.
അതുകൊണ്ട് സത്യത്തെ സ്നേഹിക്കുന്നില്ല എങ്കിൽ ആർക്കും അതിനെ തിരിച്ചറിയാൻ പോലും കഴിയത്തില്ല. എവിടെയാണ് ട്രൂത്ത് എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കണമെന്ന്. അപ്പോൾ ഇതിനോട് ചേർന്നൊരു ചോദ്യം വരുന്നുണ്ട്, നീ എന്തുകൊണ്ടൊരു ക്രിസ്ത്യാനിയായിരിക്കുന്നു? ക്രിസ്തു മതത്തിൻ്റെയും ക്രിസ്ത്യാനിറ്റിയുടെയും പ്രത്യേകതകൾ ചിന്തിക്കുമ്പോൾ ഒരാൾ നമ്മളോട് ചോദിക്കുന്ന ചേർന്നുള്ള ചോദ്യമാണ്, ക്ലോസ്ലി റിലേറ്റഡാ. നീ എന്തുകൊണ്ടൊരു ക്രിസ്ത്യാനിയായിരിക്കുന്നു എന്ന് ചോദിച്ചാൽ വാസ്തവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ലോക മനസ്സാക്ഷിയെ ഞടുക്കുന്ന എത്രയോ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, പ്രിൻ്റ് മീഡിയകൾ വഴിയും സോഷ്യൽ മീഡിയയും എല്ലാം. അപ്പോൾ നമ്മൾ പറയും മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്നു. അപ്പോൾ അങ്ങനെ നിൽക്കുന്നു. മറുവശത്ത് മതം തന്നെ അപകടകരമാകുന്ന സാഹചര്യങ്ങൾ, അത്രയും പറയുമ്പോൾ യു ഓൾ നോ വെരി വെൽ വാട്ട് ഐ മീൻ. മതം തന്നെ അപകടകാരികളാകുന്ന സാഹചര്യവും നമുക്ക് ചുറ്റും. ഇറ്റ്സ് എ റിയാലിറ്റി, ഹാർഷ് റിയാലിറ്റി. ഇറ്റ്സ് എ ബെയർ ഫാക്ട്, നോ ഡൗട്ട് അറ്റ് ഓൾ. അപ്പോൾ മതം തന്നെ അപകടകരമാകുന്നു. അതുപോലെ മനസ്സാക്ഷി ഞെട്ടിക്കുന്ന കാര്യങ്ങൾ നടക്കുമ്പോൾ തന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി ഇതിൽ ചേർന്ന് ചിന്തിക്കേണ്ടത്, നീ എന്തുകൊണ്ട് ഒരു ക്രിസ്ത്യാനി ആയിരിക്കുന്നു എന്നുള്ള ആ ഭാഗത്തേക്ക് ഞാൻ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് മനസ്സിലാക്കേണ്ടത്, മതത്തെയും മതമൂല്യങ്ങളെയും നിഷേധിച്ചുകൊണ്ട് ഒരു സാമൂഹിക ധാർമ്മികത പോരെ എന്ന് പറയുന്നവർ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്, നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഒപ്പം തന്നെ ഐഡൻറ്റിറ്റി ക്രൈസിസും എത്ര യൂത്തിനോട്, നോട്ട് ഓൺലി ഇൻ ഇന്ത്യ, ഓൾ ഓവർ ദ വേൾഡ് നോക്കുക, നമ്മുടെ യൂത്ത് പറയുന്നതാണ് ആ അസ്തിത്വ നൊമ്പരം, ഐഡൻറ്റിറ്റി ക്രൈസിസ്. ഈ സാഹചര്യത്തിൽ ഞങ്ങൾ ക്രിസ്ത്യൻസ്, നാം ക്രിസ്ത്യൻസ്, നമ്മെക്കുറിച്ച് ഹൈലൈറ്റ് ചെയ്ത് പറയുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കുക. എന്ന് മാത്രവുമല്ല, നമുക്കറിയാം ആചാരാനുഷ്ഠാനങ്ങളുടെ പേരിൽ പോലും മനുഷ്യർ വേട്ടയാടപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നെവർ ഫോർഗെറ്റ് ഇറ്റ്. അതുകൂടെ നമ്മൾ ചിന്തിക്കുക. എന്നാൽ ഈ സാഹചര്യങ്ങൾ നിൽക്കുമ്പോഴും മതമില്ലാതെ ജീവിക്കുന്ന ഒരു ന്യൂ ജനറേഷൻ, വാസ്തവത്തിൽ ആ ഒരു ന്യൂ ജനറേഷൻ അതൊരു ശൈലിയാകുകയാണ്. നമുക്കറിയാമല്ലോ, വെസ്റ്റേൺ യൂറോപ്പിൽ, US ഉൾപ്പെടെ പലപ്പോഴും നിങ്ങളെ ഏത് മതത്തിലാണ് യു ബിലോങ് ടു, വിച്ച് റിലീജിയൻ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് മതമില്ലെന്ന് പറയുന്ന, പ്രത്യേകിച്ച് ഈ വൈദിക ശ്രേഷ്ഠർക്കും അഭിയുന്നരായ പിതാക്കന്മാരും ഒക്കെ നമ്മളൊക്കെ ഇടയ്ക്ക് അല്ലാതെ അൽമായരും ഒക്കെ പോകുമ്പോൾ അനേകരുണ്ടെന്നുള്ളത് നമ്മൾ ഒരിക്കലും മറക്കരുത്. അപ്പോൾ മതം വേണ്ട എന്ന് പറയുന്ന ഒരു ചിന്താഗതി ഒരുപക്ഷെ ഇന്ത്യയിൽ അത്രയും ഇല്ലെങ്കിലും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ചും അതോടൊപ്പം തന്നെ നമ്മൾ പറയുന്ന ഈ എക്യൂമെനിക്കൽ, അത് വിശാല എക്യൂമെനിക്കൽ ചിന്താഗതികളും തോട്ട്സ്, അതുപോലെ തന്നെ ഡയലോഗ് എല്ലാം നടത്തുന്നത് എന്നൊരിക്കലും മറക്കരുത്. മതമേ വേണ്ട, ഞങ്ങൾക്ക് മതമില്ലെന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെ വിശാല എക്യൂമെനിസം നടക്കുന്നത്? മതമുണ്ട്. ഓഫ് കോഴ്സ് നമ്മുടെ ക്രിസ്ത്യൻ അല്ലേ തന്നെ ഡിഫറെൻറ്റ് ചർച്ചസ് ആർ ദെയർ, സോ മെനി റിലീജിയൻസ് ആർ ദെയർ. പക്ഷേ ഇതും ഈ ലോകത്തുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അങ്ങനെയെല്ലാം ചിന്തിക്കുമ്പോൾ ക്രിസ്തീയതയുടെ തനിമ എന്താ, ക്രിസ്തീയതയുടെ തനിമ എന്താ എന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം എല്ലാ മതങ്ങളിലും ആത്മീയതയുമുണ്ട്, മതാത്മകതയുമുണ്ട്, ധാർമ്മികതയുമുണ്ട്. ഇതില്ലാത്ത ഏത് മതമാണ്? ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, ആത്മീയത, മതാത്മകത, ധാർമ്മികത. അപ്പോൾ ക്രിസ്തീയതയുടെ അനന്യത എന്താണെന്നുള്ളതാണ് അപ്പോൾ അടുത്ത ചോദ്യം ഇതിനോട് ചേർന്ന് വരുന്നത്. അത് ചരിത്രത്തിൽ, അത് നമ്മൾ പറഞ്ഞ ആ ഭാഗം പറഞ്ഞ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. ചരിത്രത്തിൽ വാസ്തവത്തിൽ പൂർണ്ണനായ ഏക വ്യക്തിയെ മാനവരാശി കണ്ടുമുട്ടുന്നു. പൂർണ്ണനായ ഒരു വ്യക്തിയെ. അത് ആരെ എന്ന് ചോദിച്ചാൽ നസ്രയത്തിലെ യേശു എന്ന ദൈവപുത്രനാണോ അല്ലയോ? നസ്രയത്തിലെ യേശു എന്ന ദൈവപുത്രനാണ് ആ പൂർണ്ണത നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആ ദൈവപുത്രനെ കണ്ടെത്തുവാനുള്ള മാർഗമാണ് ക്രിസ്തുമതമെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. അപ്പോൾ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതാണ് പൂർണ്ണത. അപൂർണത ആരാ താല്പര്യപ്പെടുന്നത്? ഏത് കാര്യവുമായി കൊള്ളട്ടെ, ഏത് കാര്യവും നമ്മുടെ ജീവിതത്തിൽ ഡേ ടു ഡേ ലൈഫ് നമ്മൾ പറയും അതിൻ്റെ പൂർണ്ണതയിലേക്ക് വരണം. അപ്പോൾ ആ പൂർണ്ണതയിലേക്ക് വരുവാനായിട്ട് വാസ്തവത്തിൽ നമ്മെ സഹായിക്കുന്നതും നമ്മുടെ മാർഗവും ക്രിസ്തു യേശു ആണ് എന്നുള്ളതാണ്. അങ്ങനെ ക്രിസ്തുവിൻ്റെ പൂർണ്ണതയിലുള്ള പങ്കുചേരലാണ് വാസ്തവത്തിൽ ക്രൈസ്തവ മതത്തിലെ എല്ലാ ഹോളി ലിറ്റർജി അല്ലെങ്കിൽ ഹോളി യൂക്രിസ്റ്റ്, സാക്രമെൻറ്റ്സ്, നമ്മുടെ പ്രീച്ചിങ് ഓഫ് ദ ഗോസ്പൽ, അതുപോലെ ബൈബിൾ കൺവെൻഷൻ, എല്ലാം
സോ ഓൺ ആൻഡ് സോ ഫോർത്ത്. അതിനുള്ള വഴി എന്ന് പറയുന്നത് നമ്മുടെ മുൻ പ്രാസംഗികർ സൂചിപ്പിച്ചതുപോലെ സ്നേഹവും കരുണയുമാണ്. അതിൽ കൂടിയാണ് മറ്റു മതങ്ങളോട് നമ്മൾ പറഞ്ഞ് കോമ്പറ്റീറ്റീവായിട്ടൊന്നും വേണ്ട, പക്ഷേ അവർ പോലും അവരറിയാതെ നമ്മെക്കുറിച്ച് ഇത് യഥാർത്ഥ മതമാണ് എന്നുള്ളത് ചിന്തിക്കുന്നതും പൂർണ്ണതയിലേക്ക് വരുന്നതും ഈ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും അനുഭവത്തിലാണ് എന്നുള്ളത്. അതായത് ക്രിസ്തീയത അവതരിപ്പിക്കുന്ന സ്നേഹപ്രമാണം നന്മയുടെ പൂർണ്ണതയ്ക്കും തീർച്ചയായിട്ടും അതിന് എതിരായിട്ട് പല അപജയങ്ങളും നമ്മുടെ സഭകളിൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. ഇതിനെല്ലാം കാരണം, ഒരു മിനിറ്റ് കൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു, അത് മറ്റൊന്നുമല്ല, ആത്മീയതയേക്കാൾ ഭൗതികതയ്ക്ക് ഇന്ന് നോയിങ്കിലി ഓർ അൺനോയിങ്കിലി നമ്മൾ ഈ പ്രാധാന്യം കൊടുത്തു പോവുക. ഞങ്ങൾ മെത്രാന്മാരും വൈദികരും ലേ പ്രീച്ചേഴ്സും ഉൾപ്പെടെ, സോറി ടു സേ, ഒത്തിരി ഫോർ ഡിഫറെൻറ്റ് റീസൺസ് മേ ബി, എല്ലാവരും സമൂഹം പൊതുവായിട്ടും നമ്മൾ ഭൗതികതയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു സാഹചര്യം എങ്ങനെയൊക്കെയോ ഉണ്ടാകുന്നു. അപ്പോൾ അതാണ് യഥാർത്ഥ സഭയ്ക്കുള്ളിലെ പ്രതിസന്ധി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു കാര്യം ഓർക്കുക, ലോകത്തിൻ്റെ ശൈലി സ്വീകരിച്ചാൽ വളരുകയാണെന്ന് തോന്നാമെങ്കിലും അവിടെ യഥാർത്ഥ ക്രിസ്തീയത ഇല്ലാതായിത്തീരുന്നു എന്നുള്ളതാണ്. ഞാനത് ആവർത്തിക്കുന്നു. ലോകത്തിൻ്റെ ശൈലി സ്വീകരിച്ചാണ് നമ്മൾ ക്രൈസ്തവർ മുന്നോട്ട് പോയാൽ അവിടെ സംഭവിക്കുന്നത് യഥാർത്ഥ ക്രിസ്തീയത ഇല്ലാതായിത്തീരും. അപ്പോൾ നമ്മളുടെ മഹത്വം എന്താണ്? നമ്മുടെ ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റി എന്ന് അനന്യത നമുക്ക് എങ്ങനെ പറയുവാനായിട്ട് സാധിക്കും? അതുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ക്രിസ്തു ശിഷ്യയിലേക്ക് ഞങ്ങൾ മെത്രാന്മാരാണെങ്കിലും വൈദിക ശ്രേഷ്ഠരാണെങ്കിലും ദൈവജനവും നോ എക്സെപ്ഷൻ അറ്റ് ഓൾ, നമ്മളെ നോക്കുമ്പോൾ നമ്മളെ ലോകം ക്രിസ്തുവിനെ ദർശിക്കാൻ സാധിച്ചാൽ അവിടെ എല്ലാ എക്യൂമെനിസവും ഉണ്ടായി. ഓർക്കുക, നമ്മളിൽ ഓരോരുത്തരെയും നോക്കുമ്പോൾ ക്രിസ്തുവിനെ നമ്മളുടെ അനുദിന ജീവിതത്തിൽ ദർശിക്കാൻ സാധിച്ചാൽ അതിന് ഓട്ടോമാറ്റിക്കായിട്ട് വിശാല നമുക്ക് എക്യൂമെനിസത്തിലേക്ക് മറ്റു മതങ്ങളുമായിട്ട് പോലും ഉണ്ടാകുമെന്നുള്ളത് ഞാൻ നിങ്ങളുടെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തട്ടെ. ഇന്ന് വാക്കുകൾ ചുരുക്കുന്നു. ഇന്ന് ഈ വാർഷിക അസംബ്ലിയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം അനുഗ്രഹിച്ചു. അതിനു മുന്നമേ പ്രവർത്തിച്ച അനേകരുടെ പേരുകൾ പറയേണ്ടതാണ്, പക്ഷേ അതൊക്കെ ഈ സമയത്തെ കുറവുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അഭിനന്ദ പിതാക്കന്മാരുമായിട്ട് ഞങ്ങൾ കുറച്ച് സമയം പല കാര്യങ്ങളും നമ്മുടെ ക്രൈസ്തവ മതം അതിൻ്റെ മറ്റു മതങ്ങളുമായി എല്ലാമുള്ള സോഷ്യൽ ഇഷ്യൂസ് ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിച്ചു. അവിടെയൊക്കെയും വലിയ ഒരു ഒന്നിപ്പിൻ്റെ ഒരു അനുഗ്രഹീതമായ അനുഭവമുണ്ടായി. ഇന്ന് നിങ്ങളോടുകൂടി ആയിരിക്കുമ്പോഴുള്ള സന്തോഷവും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ടും ജ്ഞാനായ അധിപതിരാസനത്തിൻ്റെ സമുദായത്തിൻ്റെ എല്ലാ സന്തോഷവും എല്ലാ ആശംസകളും നമ്മളുടെ ഈ എക്യൂമെനിക്കൽ കൂടിവരവിന് അറിയിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. കേരള കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ വാർഷിക അസംബ്ലി ഈ നന്മ നിറഞ്ഞ പ്രകൃതി രമണീയമായ ഈ കുന്നിൻ പുറത്ത് നാം ഇന്ന് ഉദ്ഘാടനം ചെയ്ത് ആരംഭിച്ചിരിക്കുകയാണല്ലോ. ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്ത് നമ്മെ അനുഗ്രഹിച്ച് വേദി വിട്ട അഭിവന്ദ്യനായ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത തിരുമേനി, കേരള കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ അധ്യക്ഷൻ എൻ്റെ സഹോദരൻ മെത്രാപ്പൊലീത്ത അഭിവന്ദ്യനായ അലക്സിയോസ് മാർ യൗസോബിയോസ് മെത്രാപ്പൊലീത്ത, ഇതിൻ്റെ സെക്രട്ടറി എൻ്റെ ഏറ്റവും അടുത്തൊരു സ്നേഹിതൻ പ്രിയപ്പെട്ട ഡോക്ടർ പ്രകാശ് പി തോമസ്, ഇതിൻ്റെ മറ്റ് ഭാരവാഹികൾ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാ പിതാക്കന്മാർ, സഭാ നേതൃത്വത്തിലുള്ളവർ, ക്രൈസ്തവ നേതാക്കന്മാർ, സഹോദരി സഹോദരങ്ങൾ, എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. യൗസേബിയസ് തിരുമേനിയും ഞാനും ഒരുമിച്ച് വാഴിക്കപ്പെട്ടവരാണ്. ആ സ്വാതന്ത്ര്യം ഞങ്ങൾക്കുണ്ട്. ഞാൻ വന്നപ്പോഴേ എനിക്ക് സൂചന തന്നിട്ടുണ്ട്. എൻ്റെ സ്വഭാവം നല്ലതുപോലെ അറിയാവുന്നതുകൊണ്ട് തിരുമേനി അധികം നീട്ടരുത്, സമയപരിധിക്കകത്ത് 5 മിനിറ്റോ 10 മിനിറ്റിനകത്ത് നിർത്തണം എന്ന് എനിക്ക് സൂചന തന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രസിഡൻ്റ് തിരുമേനിയുടെ ആജ്ഞയെ
സ്വമേധ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് ഐ വിൽ ട്രൈ ടു മേക്ക് വേർഡ്സ് ഞാൻ കൺഫൈൻ ചെയ്തോളാം എന്ന് ഉറപ്പ് നൽകുകയാണ്. പ്രിയപ്പെട്ട പ്രകാശ്, അദ്ദേഹം യഥാർത്ഥത്തിൽ എക്യുമിനിസത്തിൻ്റെ വലിയൊരു പ്രവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളും എവിടെ വെച്ച് കണ്ടാലുമുള്ള ആ ഒരു സ്നേഹവും ഒക്കെ എനിക്കൊരിക്കലും വിസ്മരിക്കുവാൻ വയ്യ. ഞാൻ ഒന്നാമത് പറയുന്നത് ഈ പ്രദേശത്തിൻ്റെ മനോഹാരിതയാണ്. കാരണം ഞാനൊരു പ്രകൃതി സ്നേഹിയും പരിസ്ഥിതി പ്രവർത്തകനുമൊക്കെ ആയതുകൊണ്ട് ഞാനിവിടെ ഇരുന്നപ്പോൾ മൗണ്ട് താബോറിനെയാണ് ഓർത്തത്. ഞാൻ താബോർ സ്ഥാപനത്തിലെ പത്തനാപുരത്തെ ഒരു അംഗമാണ്. നാം ഇവിടെ ആയിരിക്കുന്നത് നന്ന്, കറണ്ട് പോയിട്ടും ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. നല്ല കുളിർമയുള്ള കാറ്റ് വീശും. ഏതായാലും ഇതിൻ്റെ സംഘാടകർക്ക് ഇവിടെ ആയിരിക്കുവാൻ, ഇതിൻ്റെ ഹോസ്റ്റായിട്ട് എൻ്റെ ഏറ്റവും അടുത്തൊരു സ്നേഹിതനാണ് ഇത് മർത്തോമ അടൂർ ഭദ്രാസനത്തിൻ്റെ എപ്പിസ്കോപ്പ സറാഫീൻ തിരുമേനി. അപ്പോൾ തിരുമേനി ഇതിന് ഹോസ്റ്റായിട്ട് എടുത്തത് ഏറ്റവും ഉചിതമായിരിക്കുന്നു. സംഘാടകരെ അനുമോദിക്കുന്നു. ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ എക്യുമിനിസവും സബ്ജക്റ്റും ഒന്നും അഭിവന്ദ്യനായ തെയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത വളരെ വിശദമായി അക്കമിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഫണ്ടമെൻ്റലായിട്ടുള്ള 3 ദൗത്യങ്ങളുണ്ട്. ഒന്ന്, ബിക്കമിങ് ഫോട്ടോ കോപ്പി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ ഫോട്ടോ കോപ്പികളാവുക. ഞാൻ വിശദീകരിക്കുന്നില്ല. ഇൻ എവറി ഡൈമെൻഷൻ, in our words, thoughts and deeds, whatever may be our religious group, നമ്മുടെ ഏത് സഭാവിഭാഗത്തിലാവട്ടെ ക്രിസ്തുവിൻ്റെ പ്രതിരൂപങ്ങളാകുവാൻ ശ്രമിക്കുക. രണ്ടാമത്, എവിടെയായിരുന്നാലും നമ്മളായിരിക്കുന്നിടത്ത് നിന്ന് ക്രിസ്തുവിനെ സാക്ഷിക്കുക. വിറ്റ്നസിങ് ക്രൈസ്റ്റ് ഇൻ എവറി പോസിബിൾ ഡൈമെൻഷൻ. അതാണ് 2. വിശദീകരിക്കുന്നില്ല. മൂന്നാമത്, പ്രേ ആൻഡ് ഡു ഗുഡ്നെസ് ടു അതേഴ്സ്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനല്ല, മറ്റുള്ളവരുടെ വേദനകളെയും മറ്റുള്ളവരെയും ടു ഹൈലൈറ്റ് ദ അതേഴ്സ് ബിഫോർ ഗോഡ്. നമ്മളെ കഴിയുന്ന സഹായവും പ്രാർത്ഥനയും മറ്റുള്ളവർക്ക് ചെയ്യുക. സോ ദീസ് ആർ ദ 3 ഫണ്ടമെൻ്റൽ ക്രിസ്ത്യൻ ഡ്യൂട്ടീസ്. ഇത് ചെയ്യുമ്പം തന്നെ ഒരു വലിയ മാറ്റം നമ്മിലുണ്ടാകും. പരിശുദ്ധനായ യൂദാശ്ലീഹായുടെ ലേഖനം നിങ്ങൾക്കറിയാം. ഒറ്റ അധ്യായമേ ഉള്ളൂ, 25 വാക്യമേ ഉള്ളൂ. പുതിയ നിയമത്തിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് എപ്പിസോഡാണ്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ, ഞാൻ ഇവിടെ ഇരുന്ന പേപ്പറിൽ ഒന്ന് കുറിച്ചതാണ്, എൻ്റെ മനസ്സിൽ കൂടെ പോയപ്പോൾ. ഒരു സമരം, പോരാട്ടം ആവശ്യമുണ്ട്. അദ്ദേഹം അവിടെ പറയുന്ന, ആ ലേഖനത്തിൽ പറയുന്നുണ്ട്, 3 തരത്തിലുള്ള പോരാട്ടത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഈ അടുത്ത സമയത്ത് നിര്യാതനായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വലിയ നമ്മുടെ VS അച്യുതാനന്ദൻ, സമരനായകനെന്നാണ് അദ്ദേഹത്തിൻ്റെ വലിയ ഈ പോസ്റ്ററിലൊക്കെ അടിയിലിട്ടിരിക്കുന്ന സമരനായകൻ. ഓരോ ക്രിസ്ത്യാനിയും സമരനായകരാണ്. നമ്മൾ പോരാട്ടത്തിലാണ്. യൂദാശ്ലീഹ പറയുകയാണ്, പിതാക്കന്മാർ നമ്മെ വിശ്വസ്തയോടെ ഭരമേൽപ്പിച്ച ക്രിസ്തീയ വിശ്വാസത്തിന് വേണ്ടി പോരാടുക. നമ്മൾ ഒന്നാമത് പോരാടേണ്ടത് അതിനു വേണ്ടിയാണ്. ബട്ട് ഓർ മേ ബി അവർ ക്രിസ്ത്യൻ ഡിനോമിനേഷൻ എന്തുമാവട്ടെ, അതിനു വേണ്ടി പോരാടണം. നമ്മുടെ പൂർവികർ വിശ്വസ്തയോടെ, ധർമ്മിഷ്ഠതയോടെ, സമർപ്പണത്തോടെ നമ്മെ ഭരമേൽപ്പിച്ച ക്രിസ്തീയ വിശ്വാസത്തിനു വേണ്ടി പോരാടണം. രണ്ടാമത് പോരാടേണ്ടത് കാലികമായ തിന്മകളോട് പോരാടണം. ഇന്ന് സമൂഹത്തിൽ അതാത് കാലങ്ങളിൽ ഒരുപാട് തിന്മകളുണ്ട്. അതാണ് തിയോഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട് പറഞ്ഞത്, ദ ചലഞ്ചസ്. ഈ ചലഞ്ചസിനോട് പോരാടുവാൻ, ടു അഡ്രസ്, ഈ ചലഞ്ചസിനോട് അഡ്രസ്സ് ചെയ്യുവാൻ, അതിനോട് പോരാടുവാൻ.
ഒരുപാട് തിന്മകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. നമുക്കറിയാം ദ കൾച്ചറലൈസേഷൻ ഓഫ് ഈവിൾസ്, തിന്മകളുടെ സാംസ്കാരീകരണം ഇന്നത്തെ ഒരു കാലത്തിൻ്റെ കാര്യമാണ്. തിന്മകൾ സംസ്കാരത്തിൻ്റെ ഭാഗമായിരുന്നു. ഒരുപാട് ഉദാഹരണങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കെല്ലാം അറിയാം. അതുകൊണ്ട് ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്ന ആൻറ്റി ക്രിസ്ത്യനായിട്ടുള്ള, നന്മയ്ക്കെതിരായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. അത് ഇവിടെ ആരംഭത്തിൽ നോർത്ത് ഇന്ത്യയിൽ, ഞാൻ നോർത്ത് ഇന്ത്യയിൽ 14 വർഷം സേവനം ചെയ്ത, ഇപ്പം 3 വർഷമായുള്ളൂ കൊല്ലത്ത് വന്നിട്ട്. അപ്പോൾ ഉത്തരേന്ത്യയിലും സൗത്ത് ഇന്ത്യയിലും എല്ലായിടത്തും ഉള്ള ഒരുപാട് തിന്മകളും നമുക്കെതിരെയുള്ള, നന്മയ്ക്കെതിരെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇന്ന് നിലനിൽക്കുന്ന തിന്മകളോട്, അധർമ്മങ്ങളോട്, അനീതികളോട് പോരാടുവാൻ നമുക്ക് കഴിയണം. മൂന്നാമത്തെ പോരാട്ടം നമ്മോട് തന്നെ ആയിരിക്കണം. നമ്മോട്, അതും യൂദാശ്ലീഹായുടെ ലേഖനത്തിൽ, അത് അദ്ദേഹം പോരാട്ടത്തിൻ്റെ ലേഖനമെന്നാണ് ഒരുപക്ഷെ യൂദാശ്ലീഹായുടെ ലേഖനത്തെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നത്. പോരാട്ടത്തിൻ്റെ ലേഖനം. പോരാടണം. വി ഹാവ് ടു ഡു വാർ അഗൻസ്റ്റ്, വെയ്ജിങ് വാർ, പോരാട്ടം. ഈ പോരാട്ടത്തിൽ ഏർപ്പെടുവാൻ നമുക്കൊരുമിച്ച് കൈകോർക്കാം. മൂന്നാമത് ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. വിശ്വാസം, ഫണ്ടമെൻ്റൽ വിശ്വാസം നമ്മുടെ എല്ലാം ഒന്നാണ്. എന്നാൽ ആരാധനാപരമായും ദൈവശാസ്ത്രപരമായും താത്വികമായും ഭരണപരമായും ചില വ്യതിയാനങ്ങളുണ്ട്. അവിടെയൊക്കെ പാരസ്പര്യത പുലർത്തുവാൻ നമുക്ക് കഴിയണം. എക്യുമിനിസം എന്ന് പറയുന്നത് ഒരു പാരസ്പര്യതയാണ്. ദ ടുഗദർനെസ്, ദ ഫീലിംഗ് ഓഫ് ടുഗദർനെസ്, ദ സ്പിരിറ്റ് ഓഫ് ടുഗദർനെസ്. പാരസ്പര്യതയുടെ ഒരു വലിയ ഉദാത്ത അനുഭാവം. അതിരുകൾ ഭേദിക്കാതെ അവനവൻ്റെ അതിരുകൾ, അയലത്തുകാരൻ്റെ അതിരുകൾ മാന്താതെ നമ്മുടെ അതിരുകൾക്കകത്തു നിന്നുകൊണ്ട് തന്നെ ഒരു വിശാലമായ എക്യുമിനിസം നമുക്ക് സാധിക്കും. ഒരു പ്രയാസവും. എനിക്ക് സഭയെ ഏൽപ്പിച്ചിരിക്കുന്ന ചില കടമകളും ചില ലിമിറ്റുകളുമുണ്ട്. ഇപ്പം എനിക്ക് ഓർത്തഡോക്സ് സഭയുടെ കൊല്ലം ഭദ്രാസന മെത്രാപ്പൊലീത്ത എന്ന രീതിയിൽ എനിക്കൊരു പരിമിതിയുണ്ട്. ആ പരിമിതിക്കകത്ത് നിൽക്കുമ്പോഴും പരിമിതികൾക്കതീതമായി എൻ്റെ സഹോദരനെ സ്നേഹിക്കുവാൻ എനിക്ക് സാധിക്കണം. ഞങ്ങൾ കൊല്ലത്ത് അങ്ങനെയാണ്. കൊല്ലത്തിപ്പോൾ ജോസ് ജോർജ് തിരുമേനി പുതുതായിട്ട് ബിഷപ്പായതാണ്. അദ്ദേഹത്തിൻ്റെ മുൻപിൽ ഇരുന്ന ഉമ്മൻ ജോർജ് തിരുമേനിയും അവിടുത്തെ പോൾ മുല്ലശ്ശേരി പിതാവും ഞങ്ങളെല്ലാവരും, ഞങ്ങൾ 3 ബിഷപ്പ്മാരാണ് അവിടെ കൊല്ലത്ത് താമസിക്കുന്നത്. ഇപ്പം ജോസ് ജോർജ് തിരുമേനി വന്നു. ഞങ്ങൾ 3 പേരും CSIയിലും കത്തോലിക്ക സഭയിലും ഓർത്തഡോക്സ് സഭയിലുമാണെങ്കിലും ഞങ്ങളെല്ലാ കാര്യത്തിലും ഒന്നാണ്. വി ഫീൽ വൺ. ഒന്നായിട്ടാണ് ഞങ്ങളെല്ലാ കാര്യങ്ങളിലും അവിടെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് സഭയുടെ അതിർവേരുകൾ ഭേദിക്കാതെ അതിനങ്ങേപ്പുറമുള്ള ഒരു വിശാലത നമുക്കുണ്ടാകണം. ഇന്ന് കാലത്തിൻ്റെ ഒരു ആവശ്യം കൂടെയാണല്ലോ, നമുക്കറിയാം. ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. ഈ പാരസ്പര്യതയുടെ അനുഭവം ഉദാത്തമായി വളർത്തുവാൻ നമുക്ക് സാധിക്കട്ടെ. ഞാനതിന് സമയം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഈ കോളേജും യൂണിവേഴ്സിറ്റിയിലും ഒക്കെ അധ്യാപകനായിട്ട് എൻ്റെ ഒരു കുഴപ്പമുണ്ട്. നല്ല ശ്രദ്ധിക്കുന്ന കുറച്ച് ആളൊരു മുമ്പിലുണ്ടെങ്കിൽ എത്ര മണിക്കൂർ വേണമെങ്കിലും മുന്നോട്ട് പോകാൻ ഒരു പ്രയാസമില്ല. അത് എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അതുകൊണ്ടെങ്കിലും ഞാൻ ആ വീക്ക്നെസ്സിന് വിരാമം ഇപ്പോൾ ഇടുകയാണ്. നമ്മുടെ ഈ കൂട്ടായ്മ അനുഗ്രഹകരമായി തീരട്ടെ. ഒരു ക്രൈസ്തവ പാരസ്പര്യതയിലേക്ക് നമുക്ക് ഒരുമിച്ച് നിൽക്കുവാൻ ഇതൊരു ഉദാത്തമായ പ്രേരണയും ഒരു വലിയ പാഠങ്ങളുമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദര മെത്രാപ്പൊലിത്തന്മാരോടും ബിഷപ്പ്മാരോടും അച്ഛന്മാരോടും എല്ലാവരോടും ബലഹീനായ എൻ്റെ സ്നേഹവും ആദരവും ഒരുമിച്ചുള്ള നമ്മുടെ പ്രവർത്തനങ്ങളും ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അസംബ്ലിക്ക് അധ്യക്ഷനായിരിക്കുന്ന KCCയുടെ പ്രസിഡന്റ് അഭിവന്യ അലക്സിയോസ് മാർ യൗസേബിയസ് മെത്രാപ്പൊലീത്ത തിരുമേനി, ഈ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് നമ്മുടെ മധ്യത്തിൽ നിന്ന് കടന്നുപോയ മാർത്തോമാ സഭയുടെ
പരമാധ്യക്ഷൻ അഭിവന്യ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത തിരുമേനി, ഇവിടെ ആയിരിക്കുന്ന അഭിവന്യ ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് മാർ സേവേറിയോസ് മെത്രാപ്പൊലീത്ത തിരുമേനി, ഞങ്ങളുടെ കൊല്ലത്തെ അയൽവാസി ഓർത്തഡോക്സ് സഭയുടെ കൊല്ലം ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷനുമായ അഭിവന്യ ഡോക്ടർ മാർ ദിവന്യാസിയോസ് മെത്രാപ്പൊലീത്ത തിരുമേനി, ഈ ഭദ്രാസനത്തിന് നേതൃത്വം നൽകുന്ന അഭിവന്യ മാത്യൂസ് മാർ സെറാഫീം എപ്പിസ്കോപ്പാസ് തിരുമേനി, ഇവിടെ സന്നിധരായിരിക്കുന്ന അഭിവന്യ ബിഷപ്പ് സുന്ദർ സിംഗ്, അഭിവന്യ ബിഷപ്പ് ഡോക്ടർ ഓസ്റ്റിൻ എം എ പോൾ, ലഫ്റ്റനൻറ്റ് കേണൽ സഞ്ജു ദാനിയൽ, KCCയുടെ വിവിധ ഭാരവാഹികൾ, വിവിധ സഭകളെ പ്രതികരിച്ച് ഇവിടെ കടന്നുതിരിക്കുന്ന ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനം അറിയിക്കുന്നു. ഈ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് പ്രവേശിച്ചിട്ട് KCCയുടെ ആദ്യ സമ്മേളനത്തിലാണ് ഞാൻ സംബന്ധിക്കുന്നത്. വിവിധ സന്ദർഭങ്ങളിൽ ഒരു യുവജന പ്രവർത്തകനായും വൈദികനുമായും ഒക്കെ വിവിധ സന്ദർഭങ്ങൾ KCCയുമായി സമ്മേളനങ്ങൾ പങ്കുകൊള്ളുവാനും, അടുത്ത സമയത്ത് വൈദികനായിരിക്കുമ്പോഴാണ് നമ്മുടെ നീതിയാത്ര നടത്തിയപ്പോൾ അതിൽ പങ്കാളിയാകുവാനും ഒക്കെ ദൈവം അവസരം നൽകി. കേരളത്തിൽ YMCAയുടെ ആരംഭം കുറിക്കുന്ന കൊല്ലം CSIയുടെ കൊല്ലം കത്തീഡ്രൽ ഇടവകയുടെ വികാരിയായിരിക്കുമ്പോഴും ആ ഭദ്രാസനത്തിൻ്റെ അധ്യക്ഷനായിരിക്കുമ്പോഴും തീർച്ചയായിട്ടും KCC ആരംഭം കുറിച്ച ഒരു കത്തീഡ്രൽ ഇടവകയിൽ നേതൃത്വം നൽകുന്നതിലും എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കൊല്ലം കത്തീഡ്രൽ ഇടവക അതുപോലെയുള്ള എക്യുമെനിക്കൽ പ്രസ്ഥാനങ്ങൾക്ക് ആരംഭം കുറിക്കുന്നതിന് നിദാനമായി തീർന്ന ഒരു സഭയാണ് എന്നതും ഞങ്ങൾക്ക് അഭിമാനം നൽകുന്ന ഒന്നാണ്. ഈ കാലഘട്ടത്തിൽ വിശാലമായ എക്യുമെനിസവും അതിൻ്റെ സാധ്യതകളും വെല്ലുവിളികളും എന്ന വിഷയത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ സാധ്യതയേക്കാൾ വെല്ലുവിളികളും തിങ്ങി നിറയുന്ന ഒരു അനുഭവത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. വെല്ലുവിളികൾ ഉണ്ട്. എന്നാൽ വെല്ലുവിളികളുടെ മധ്യത്തിലും സാധ്യതകൾ തുറക്കുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. കർത്താവിൻ്റെ ശുശ്രൂഷയിലും ആ വെല്ലുവിളികളും സാധ്യതകളും ഉണ്ടായിരുന്നു. എന്നാൽ ആ വെല്ലുവിളിയുടെ മധ്യത്തിൽ സാധ്യതകളെ കണ്ടെത്തുവാനും ആ സാധ്യതകളിലൂടെ മുന്നോട്ട് സഞ്ചരിക്കുവാനും കർത്താവ് ശ്രദ്ധിച്ചു. അതുതന്നെയാണ് നമ്മുടെ KCCയെ സംബന്ധിച്ചോളം ഈ വിഷയം നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളും സാധ്യതകളും. പലപ്പോഴും ചില അവസരങ്ങളിലും നമ്മുടെ മുന്നിലുള്ള വെല്ലുവിളികളുടെ മധ്യത്തിൽ സാധ്യതകളെ തിരസ്കരിക്കുന്ന ഒരു അനുഭവം പലപ്പോഴും നമുക്കുണ്ടാകാറുണ്ട്. എന്നാൽ അതല്ല, സാധ്യതകളുടെ പിന്നാലെ പോകുമ്പോൾ വെല്ലുവിളികളുടെ മധ്യത്തിൽ സാധ്യതകൾ തുറന്നു തരുവാനുള്ള അവസരങ്ങളും സാധ്യതകളുമൊക്കെ നമ്മുടെ ചുറ്റുപാടുകളിലും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ ക്രൈസ്തവ സഭകൾ ഐക്യത്തോടെ ദൈവസ്നേഹത്തിലുള്ള ബന്ധത്തിൽ അതിലൂടെ സഞ്ചരിക്കുവാൻ നമുക്ക് തീർച്ചയായിട്ടും കഴിയണം. അഭിവന്യ ദിവന്യാസിയോസ് തിരുമേനി ഓർമ്മിപ്പിച്ചതുപോലെ കൊല്ലം പട്ടണത്തിൽ അഭിവന്യ തിരുമേനിയുടെയും എനിക്ക് മുൻപുണ്ടായിരുന്ന ഉമ്മൻചോറ് തിരുമേനിയുടെയും പോൾ മുല്ലശ്ശേരി പിതാവിൻ്റെയും നേതൃത്വത്തിൽ നമ്മുടെ കത്തോലിക്ക സഭയുമായും മറ്റ് എപ്പിസ്കോപ്പൽ സഭകളുമായും ആ രീതിയിലൊരു എക്യുമെനിസത്തിൻ്റെ അതോടൊപ്പം ഇതര മതസ്ഥരോടുള്ള മനോഭാവത്തിലും ആ ഒരു വിശാലമായ എക്യുമെനിസത്തിൻ്റെ സാധ്യതകൾ കാണുവാൻ കഴിയുന്നു എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും നല്ല ചിന്ത എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ വാർഷിക അസംബ്ലിയിൽ നമ്മുടെ ചിന്തകൾ അപ്രകാരം ആയിരിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്ന ഈ ചുറ്റുപാടുകളും നമ്മുടെ സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ഒക്കെ പുതിയ സംഭവവികാസങ്ങളുമൊക്കെ നമുക്ക് മുന്നിലുള്ളതാണ്. അതിൻ്റെ മധ്യത്തിലും നമുക്ക് അതിൻ്റെ സാധ്യതകളെ കണ്ടെത്തുവാനും ദൈവസ്നേഹത്തിൽ അതിലൂടെ മുന്നോട്ട് പോകാനും നമുക്ക് തീർച്ചയായിട്ടും കഴിയണം. അതിന് ദൈവം സഹായിക്കട്ടെ. ഈ 2 ദിവസത്തെ ചിന്തകൾ അതിന് ഉപോത്ബലകമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സംഭരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
ഇന്ന് ഈ കേരള കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ വാർഷിക അസംബ്ലിയിൽ ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ കേരള കന്യാകുമാരി ഡയോസിൻ്റെ ആഭിമുഖ്യത്തിൽ പങ്കെടുക്കുന്നതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നു. ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്നതും അധ്യക്ഷ പ്രസംഗവും അതിനെ തുടർന്നുള്ളതായ പ്രസംഗവും എല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. വിശാലത എക്യൂമിനിസം എന്നുള്ളതായ ടോപ്പിക് ആസ്പദമാക്കി നമ്മുടെ മെത്രാന്മാർ പ്രസംഗിച്ചത് നമ്മൾ കേട്ടുകൊണ്ടിരുന്നു. വളരെ ആഴമായ ചിന്തിപ്പിക്കത്തക്കതായ കാര്യങ്ങൾ അവർ നമുക്ക് പ്രായോഗികമായി അനുഭവിക്കുവാനും അനുസരിക്കുവാനും ചെയ്യുവാനുള്ള പഠനം അതിൽ കൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നു. മർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 14-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ദൗത്യം അവർ യേശുവോട് കൂടെ ഇരിപ്പാനും യേശു പറയുന്നത് കേൾക്കുവാനും പഠിക്കുവാനും തൻ്റെ പ്രവർത്തനം ഭൂമിയിൽ തുടരുവാനും വേണ്ടിയുള്ളതായ ദൗത്യം ശിഷ്യഗണങ്ങൾക്ക് കൊടുക്കുന്നതായിട്ട് നമുക്കിവിടെ വായിക്കുവാൻ കഴിയും. യേശുവിൻ്റെ പ്രവർത്തനം നമ്മൾ നോക്കുമ്പോൾ സഭയ്ക്കപ്പുറമായിട്ട്, സഭയുടെ ചട്ടക്കെട്ടുകൾക്കപ്പുറമായിട്ട് ആ കാലത്ത് പ്രവർത്തിച്ചു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. അതിനുദാഹരണമായിട്ട് സമാരിയ സ്ത്രീയോടുകൂടെ യഹൂദനെ യേശു സംഭാഷിക്കുന്നു. അവളോട് കുടിക്കുവാനായിട്ട് ജലം ചോദിക്കുന്നു. കുഷ്ഠരോഗികളായിരുന്ന മനുഷ്യരാരും തൊടുവാൻ ഇഷ്ടപ്പെടാത്ത, ബന്ധപ്പെടുവാൻ ഇഷ്ടപ്പെടാത്ത കുഷ്ഠരോഗികളെ വാക്കുകൊണ്ട് യേശു സൗഖ്യമാക്കുന്നു. അങ്ങനെ തൊട്ടുകൂടാ, സംസാരിച്ചുകൂടാ എന്നുള്ളതായ ആ വിധി മാറ്റി താൻ വന്ന ദൗത്യം ഭൂമിയിൽ ദൈവരാജ്യത്തെ പ്രസംഗിക്കുവാനും ദൈവരാജ്യത്തെ ഭൂമിയിൽ പഠിക്കുവാനും വേണ്ടിയുള്ളതായ പ്രവർത്തനം യേശു കാൽവരി ക്രൂശ് മരണം വരെ അത് ചെയ്ത് നിവൃത്തിയാകുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. എക്യൂമിനിസ്, വിശാലത എക്യൂമിനിസം എന്ന് പറയുമ്പോൾ ഇപ്പോൾ പല സഭകൾ ചേർന്ന് ഒരു എക്യൂമിനിക്കൽ പ്രസ്ഥാനമായിട്ട് ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വാർഷിക സമ്മേളനം 1-ാമത്തെ ദിവസം, ഇതിൻ്റെ ആരംഭ ദിവസത്തിൽ നമ്മളായിരിക്കുകയാണ്. ഇതിൽ ചെറുതും വലുതുമായ വിവിധ സഭാ വിഭാഗങ്ങൾ വ്യത്യാസമില്ലാതെ ഒരുമിച്ച് ചേർത്ത്, സഭ വ്യത്യാസമില്ലാതെ വിശാലതയോടുകൂടെ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഭൂമിയിൽ കാണുന്ന തിന്മയ്ക്കെതിരായിട്ട്, ക്രൈസ്തവ വിശ്വാസത്തിനെതിരായിട്ട് പോരാടുവാനും പോർപൊരുതുവാനും വിശാലമായിട്ട് ഒരുമിച്ച് കരം കോർത്ത് പ്രവർത്തിക്കുന്ന പ്രവർത്തനത്തിൽ ഒന്നിക്കുവാനുള്ള ഒരു അവസരം നമുക്ക് കൊടുക്കപ്പെടുന്നു. ഉദാഹരണമായിട്ട് ഞങ്ങൾക്ക് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യയിൽ ഉത്തർപ്രദേശിൽ ഫത്തേപൂർ എന്ന് പറയുന്ന ഒരു സ്ഥാനത്ത് ഒരാലയം, ദൈവത്തെ ആരാധിക്കുവാൻ ചില ആളുകൾ കൂടി ആരാധിച്ചു കൊണ്ടിരുന്ന ആരാധന സ്ഥലത്ത് നേരത്തെ നമ്മുടെ അധ്യക്ഷൻ ഉദ്ഘാടനം ചെയ്തപ്പോൾ അവർക്ക് പ്രസംഗിച്ചതുപോലെ അവിടെ ഈ കൂടി ആരാധിക്കുന്ന ജനത്തെ, ആരാധനയെ നഷ്ടപ്പെടുത്തുവാനും ഇല്ലാതാക്കുവാനും വേണ്ടി ക്രിസ്തു വിരോധികൾ ആരാധന നടന്ന സമയത്ത് ഒരുമിച്ച് കൂടി വളഞ്ഞ് പോലീസ് വന്ന് കൊച്ചുകുട്ടികൾ മുതൽ എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടടച്ചു. പല മാസങ്ങൾ ജയിലിൽ കിടന്നു. ഘട്ടം ഘട്ടമായിട്ട് ചിലർക്ക് വിടുതൽ ചെയ്തു. കാരണം എന്താ? യേശുവിനെ ആരാധിക്കുന്നതുകൊണ്ട്, സുവിശേഷം പ്രചരിക്കപ്പെടുന്നതുകൊണ്ട്. സമീപത്ത് പല മാസങ്ങളായിട്ട് ആ കേസ് സുപ്രീം കോടതിയിലിരുന്നു. ഇപ്പോൾ കോടതി ഈ സഭയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി കൽപ്പിച്ചിരിക്കുകയാണ്. ആ ദൈവം ചെയ്ത ഒരു വലിയ അത്ഭുതമെന്ന് ഞാൻ പറയാം. അതുകൊണ്ട് തിന്മയ്ക്കെതിരായിട്ട്, ക്രൈസ്തവ വിശ്വാസത്തിനും ക്രിസ്തുവിനെ ആരാധിക്കുന്നതിന് എതിരായിട്ട് ഈ ഭൂമിയിൽ, ഇതേ ഫത്തേപൂരിലല്ല, നമ്മുടെ ദേശത്ത് നടക്കുന്നത് പല സ്ഥലങ്ങളിൽ. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഈ ഐക്യത കുറച്ചുകൂടെ വിശാലപ്പെടുത്തി ഒരുമിച്ച് കരം കോർത്ത് നിന്നാൽ മാത്രമേ ഇതിൽ ജയിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. യേശു ഇന്ന് നമ്മൾ കാണുന്ന ഭൂമിയിൽ
ദൈവത്തെ ആരാധിക്കുവാൻ തേടി പോകുന്ന ആളുകൾ നമ്മൾ കാണും. യേശു നമ്മളെ തേടി വന്ന രക്ഷിതാവാണ്. മനുഷ്യനെ തേടി ശുശ്രൂഷിക്കുവാനും രക്ഷിക്കുവാനും ദൈവരാജ്യത്തിൻ്റെ മക്കളായിട്ട് ചേർക്കുവാനും യേശു ഭൂമിയിൽ ഇറങ്ങി തേടി വന്നു. തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് അവൻ തേടി രക്ഷിക്കുവാൻ, നീതിമാന്മാരെയല്ല പാപികളെ തിരഞ്ഞു രക്ഷിക്കുവാനും ഈ ദൗത്യം നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ്. സഭ ഇത് ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ചെറിയ സഭയോ വലിയ സഭയോ എന്നുള്ള വ്യത്യാസമില്ലാതെ ഒരുമിച്ച് കരം കോർത്ത് പ്രവർത്തിച്ചാൽ നമ്മുടെ ഭാരതദേശത്തിൽ പല തിന്മകളെ എതിർത്ത് ജയിക്കുവാൻ നമുക്ക് കഴിയും. ഭരണഘടന സംവിധാനങ്ങൾ നോക്കുമ്പോൾ, ഭരണകർത്താക്കളെ നോക്കുമ്പോൾ നമുക്കെതിരായിട്ട് വിധികൾ അവർ പുറപ്പെടുവിക്കുന്നു, നമുക്കെതിരായിട്ട് പല കാര്യങ്ങൾ അവർ കൊണ്ടുവരുന്നു. അതിനൊക്കെ ഒറ്റയ്ക്ക് പോരാടി ജയിക്കുന്നത് വളരെ പ്രയാസമാണ്. അതുകൊണ്ട് കൂട്ടായിട്ടുള്ള പ്രവർത്തനം നമുക്ക് വളരെ വിജയം നൽകുന്ന ഒന്നാണ്. അതിന് ദൈവം നൽകിയിരിക്കുന്ന ഒരു നല്ല സംഘടനയാണ് ഈ ഐക്യ പ്രസ്ഥാനം. ഇതിന് സെക്രട്ടറിയായിട്ട് ചുക്കാൻ പിടിക്കുന്ന അഡ്വക്കേറ്റ് പ്രകാശ് സാറ് വളരെ കൃത്യനിഷ്ഠയോടുകൂടെ തന്നെ താൻ ത്യാഗം ചെയ്ത് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഇതിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ ശുശ്രൂഷ തുടരട്ടെ എന്ന് ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ സമ്മേളനം ഇന്നും നാളെയും നടക്കുകയാണ്. ഇതിൽ തുടർന്ന് പങ്കുചേരുവാനും കടന്നു വന്നിരിക്കുന്ന ബിഷപ്പ്മാർ മാത്രമല്ല, അൽമേരായിട്ട് വന്നിരിക്കുന്നവർ, വൈദികരായി വന്നിരിക്കുന്നവർ, ഇനിയും ഇത് വിപുലപ്പെടുത്തി അനേകരെ ഇതിൽ ഉൾപ്പെടുത്തി ഈ വിശാലത എക്യൂമിനിസം വളരുവാനും നമുക്കെല്ലാവർക്കും പ്രയോജനമുള്ളതായി തീരുവാനും സകലത് ഒരുമിച്ച് കരം കോർത്ത് പ്രവർത്തിക്കാം. എല്ലാ നിലകളിലും ജയം നേടി ദൈവത്തെ മഹത്വപ്പെടും. ഇന്ന് നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികമായിട്ട് 2 ബിഷപ്പ്മാർ പറഞ്ഞപ്പോൾ യുവാക്കളെ നമ്മോടുകൂടെ അടുപ്പിക്കണമെന്ന് വളരെ പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാണ്. പക്ഷേ ഇന്ന് കേരള സംസ്ഥാനത്തെ ഏറ്റവും നശിച്ചുകൊണ്ടിരിക്കുന്ന യുവതികളും യുവാക്കളുമാണ്. അതിന് പ്രധാനമായിട്ട് ഉപയോഗപ്പെടുത്തപ്പെടുന്ന ഒരു സാധനം മദ്യവും മയക്കുമരുന്നുമാണ്. ഇത് രണ്ടുമാണ് കുടുംബങ്ങളിൽ നിന്ന് പിതാക്കളിൽ നിന്ന് മക്കളെ അകറ്റിക്കൊണ്ടുപോകുന്നതും സഭയുടെ ഐക്യതയിൽ നിന്നും അവരെ വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി ഒന്നുമില്ലാത്തവരായിട്ട് തീർക്കുന്നു. അതുകൊണ്ട് ഇത് നമ്മുടെ ചിന്തയും നമ്മുടെ പ്രവർത്തനവും ഏറ്റവും അധികമായിരിക്കണം. ഇതിന് പ്രഥമ സ്ഥാനം കൊടുക്കും. യുവാക്കളെ നമ്മോടുകൂടെ അടുപ്പിക്കണമെങ്കിൽ ഇരുണ്ട ലോകത്തിൽ നിന്ന് അവർ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ ലോകരക്ഷിതാവായി ലോകത്തിൻ്റെ വെളിച്ചമായി വന്ന യേശുവിനെ അവരനുഭവിക്കുവാനും അവർ കണ്ടെത്തുവാനും ആ പ്രകാശത്തിൽ അവർ വളരുവാനും പ്രകാശം മറ്റുള്ളവർക്ക് പരത്തുവാനും തക്കവണ്ണം ഇക്കമ്യൂണിക്കൽ പ്രസ്ഥാനത്തിൽ കൂടെ ഇടയാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം അതിനുള്ള എല്ലാ കൃപകളെയും ഈ പ്രസ്ഥാനത്തിൽ കൂടെ തന്ന് നമ്മുടെ സഭകളിലെ യുവാക്കളെ യുവതികളെ ക്രിസ്തുവോടുകൂടെ അടുപ്പിക്കുവാനും ക്രിസ്തുവിൻ്റെ പ്രകാശം പ്രാപിച്ച് യേശു പറഞ്ഞു നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുമെന്ന് പറഞ്ഞു. ലോകത്തിന്, കുടുംബങ്ങൾക്ക്, സഭയ്ക്ക്, സമൂഹത്തിന് വിളക്കുകളായിട്ട് കത്തിജ്വലിക്കുവാൻ ഈ പ്രസ്ഥാനത്തിൽ കൂടെ ദൈവം സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു തിരുമേനി. ലഫ്റ്റനന്റ് ഗവർണർ സംവിധാനം ചെയ്യാം. 5-10 മിനിറ്റിനുള്ളിൽ തീരും. എല്ലാവർക്കും ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. ഉടനെ തീരും. തീർന്നു. 1 മണി വരെ ആട്ടെ. ബഹുമാന്യരും ആദരണീയരുമായിട്ടുള്ള സഭാപിതാക്കന്മാർ, KCCയുടെ ജനറൽ സെക്രട്ടറി തുടങ്ങി KCCയുടെ പ്രധാനപ്പെട്ട ഭാരവാഹിത്വം വഹിക്കുന്ന പ്രവർത്തകരെ, സഭാവിശ്വാസികളെ, വലിയ ശ്രേഷ്ഠരെ, നമുക്ക് ഇപ്രകാരമുള്ള ഒരു കുടിവരവ് ദീർഘവർഷങ്ങളായി കേരളത്തിൽ അല്ലെങ്കിൽ സഭാചരിത്രത്തിൽ നമ്മൾ അനുഭവിക്കുന്നവരാണ്, പങ്കിടുന്നവരാണ്. അതിൻ്റെ ശ്രേഷ്ഠത നമ്മൾ ആസ്വദിക്കുന്നവരാണ്. ഇന്നും നമ്മുടെ വൈദിക ശ്രേഷ്ഠരോടും ഇടയന്മാരോടും ചേർന്നുകൊണ്ട് ഏകവിശ്വാസത്തിൽ വിഭിന്ന
മുഖങ്ങളിലാകുന്നുവെങ്കിലും സഭയുടെ പ്രതിനിധികൾ എന്നുള്ള നിലയിലും ശുശ്രൂഷകന്മാരെന്നുള്ള നിലയിലും പ്രത്യേകിച്ച് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ വിഷയത്തിൻ്റെ മുഖത്ത് വിശാല എക്യുമിനിസം എന്ന് പറയുമ്പോൾ തന്നെ ഇന്ന് നമ്മുടെ രാജ്യത്ത് അനിവാര്യമായിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ്. അതിനെക്കുറിച്ച് ഞാൻ വിവരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഒട്ടനവധി സാഹചര്യങ്ങൾ പ്രതികൂലമായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് മുൻപായി ഇവിടെ സംസാരിച്ച നമ്മുടെ ബിഷപ്പ് അവർക്ക് സൂചിപ്പിച്ചതുപോലെ ദൈവികമായിട്ടുള്ള ചില ഇടപെടലുകളും നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും അത് അംഗീകരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ആയതുകൊണ്ട് വർദ്ധിച്ചു വരുന്ന പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ സഭകൾ ചേരുമ്പോൾ ഐക്യതയിൽ നിൽക്കുവാൻ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ കൂട്ടായ്മകൾ സഹായിക്കട്ടെ. ഒന്നിച്ചു നിൽക്കുവാനും സ്നേഹത്തിൻ്റെ കരങ്ങൾ ചേർത്ത് പിടിക്കുവാനും ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളായിത്തീരുവാൻ ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ സഭകൾക്ക് സാധ്യമായി തീരട്ടെ, നമുക്ക് സാധ്യമായി തീരട്ടെ, ഈ ദിവസങ്ങളിലെ ശുശ്രൂഷകൾക്ക് സാധ്യമായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ആശംസകളും നേരുന്നു. വേദിയിലെ അഭിവന്ദ്യ തിരുമേനിമാരെ, സഹശുശ്രൂഷകരെ, എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഉദ്ഘാടനം കഴിഞ്ഞപ്പോൾ മുതൽ നിങ്ങൾ പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുന്ന നന്ദി പ്രകടനം ആഗതമായിരിക്കുകയാണ്. ഇതോടുകൂടെ നമ്മുടെ ഈ മീറ്റിങ്ങിന് വിരാമം കുറിക്കുകയാണല്ലോ. ചില ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ എൻ്റെ കർത്തവ്യം നിർവഹിക്കാം എന്ന് പ്രതീക്ഷിക്കുകയാണ്. വളരെ അപകടകരമായിട്ടുള്ള ഒരു ചിന്താവിഷയമാണ് നാം എടുത്തിട്ടുള്ളത്. വിശാല എക്യുമെനിസം, ആവശ്യകതയും വെല്ലുവിളിയും. ഇതുവരെ ക്രിസ്തു ലോകത്തിൻ്റെ വെളിച്ചമാണെന്നും ദൈവരാജ്യ മൂല്യങ്ങളുടെ സന്ദേശം ഐക്യതയോടുകൂടി എപ്രകാരം ചെയ്യാമെന്നുമുള്ള വിഷയങ്ങളൊക്കെ എടുക്കുന്നത് കുറേ കൂടി ഈസിയാണ്. ഇത് ഡബിൾ എഡ്ജഡ് സ്വാഡാണ്. വെല്ലുവിളികളും അതിൻ്റെ സാധ്യതകൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ പുറത്തുള്ള ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കേരള കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ഈ ഒരു കൂട്ടായ്മയിൽ അപ്പുറത്ത് നിൽക്കുന്ന സഭകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് എപ്രകാരം മുൻപോട്ട് പോകാമെന്നുള്ള ചിന്തയുണ്ട്. ഇതര വിശ്വാസത്തിൽപ്പെട്ടവരെയും പ്രപഞ്ചത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിശാല ചിന്താഗതി, വിശാലമായിട്ടുള്ള എക്യുമെനിസം എപ്രകാരം എന്ന ഒരു ചിന്തയുണ്ട്. അതിന് അപ്പുറമായിട്ട് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ 1-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ ചോദിച്ചതുപോലെ, ഈസ് ക്രൈസ്റ്റ് ഡിവൈഡഡ്? ക്രിസ്തു വിഭാഗിക്കപ്പെട്ടുവോ? നമ്മുടെ ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും ക്രക്സായി നിൽക്കുന്ന വിശുദ്ധ കുർബാനയിൽ എന്തുകൊണ്ട് 84 വർഷമായിട്ട് നമുക്ക് ഐക്യപ്പെടാനായിട്ട് സാധിച്ചിട്ടില്ല? 1948 രൂപം കൊണ്ട WCC, വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ്, എക്യുമിനിസത്തിൻ്റെ വിശാലത പറയുമ്പോൾ എന്തുകൊണ്ട് ഒരു WCCയിൽ പോലും ഇത്തരമൊരു എക്യുമിനിക്കൽ ഹോളി യുക്കറിസ്റ്റ് സെലിബ്രേഷനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല? ഈ ചിന്തകൾ നമുക്കെതിരെ നൽകുന്ന വലിയ ഒരു ചിന്താ വിഷയമായതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇന്നും നാളെയുമായിട്ട് കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് ഏറ്റെടുക്കുവാൻ പോകുന്നത് വളരെ അപകടകരമായിട്ടുള്ള ഒരു ചിന്താവിഷയം തന്നെയാണ്. കേൾക്കുമ്പോൾ സുന്ദരമെന്ന് തോന്നുമെങ്കിലും ക്രിസ്തു വിഭാഗിക്കപ്പെട്ടുവോ? ക്രിസ്തുവിനെ ഒരുമിച്ച് പങ്കുവയ്ക്കുവാൻ നമുക്ക് എന്തുകൊണ്ട് സാധിക്കും? എൻ്റെ ഒരു കൂട്ടുകാരനായിട്ടുള്ളൊരു ഹൈന്ദവ വിശ്വാസി ചോദിച്ചൊരു ചോദ്യമാണ്. ഞങ്ങൾ ഹിന്ദുക്കൾ ഒരുപാട് ദേവതകളുണ്ട്, ജാതികളുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ആക്സസ് ഉള്ള എല്ലാ പള്ളിയിലും എല്ലാ അമ്പലങ്ങളിലും ഞങ്ങൾക്ക് പോകാം, അവിടെ നിന്ന് കിട്ടുന്ന പ്രസാദം ഞങ്ങൾക്ക് സ്വീകരിക്കാം. നിങ്ങൾക്ക് ആകെ ഒരു ക്രിസ്തുവേ ഉള്ളൂ, കുർബാനയിൽ നിങ്ങൾക്കൊക്കെ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നില്ലല്ലോ, എന്താ നിങ്ങളുടെ ക്രിസ്ത്യാനിറ്റി ഇങ്ങനെയെന്ന് ചോദിച്ചത് എനിക്ക് മറുപടി കിട്ടിയിട്ടില്ല. ഒരുപക്ഷെ നമുക്ക് അത്തരമൊരു മറുപടിക്കുള്ള എന്തെങ്കിലും ഒരു സാധ്യതയെങ്കിലും ഈ 2 ദിവസം കൊണ്ട് വരുമോ? സാധ്യത കുറവാണ്, നമുക്ക് എല്ലാവർക്കും പ്രായോഗികമായിട്ട് അറിയുന്ന സംഗതിയാണ്. അതുകൂടെ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് ഈസ് ക്രൈസ്റ്റ് ഡിവൈഡഡ്? ക്രിസ്തു വിഭജിക്കപ്പെട്ടുവോ? ആ ചിന്ത നമ്മുടെ മനസ്സിൻ്റെ നൊമ്പരമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കട്ടെ. ഇന്നത്തെ ഈ ഒരു 2 ദിവസത്തെ കേരള കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ വാർഷിക അസംബ്ലി മർത്തോമ യൂത്ത് സെൻറ്റർ വെച്ച് നടത്തുവാനും അടൂരിലെ അസംബ്ലി അത് ഏറ്റെടുക്കുവാനും ഇടയായി. ഈ വളരെ മനോഹരമായിട്ടുള്ള ഈ ഒരു സമയത്ത് ഇതിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന KCCയുടെ ശക്തമായിട്ടുള്ള നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന അഭിവന്ദ്യ പ്രസിഡൻറ്റ് അഭിവന്ദ്യ അലക്സിയോസ് മാർ യൂസേബിയോസ് മെത്രാപ്പോലീത്ത തിരുമേനിയോടുള്ള നന്ദി നിങ്ങളെല്ലാവരുടെയും പേരിൽ ഞാൻ രേഖപ്പെടുത്തുന്നു. വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു ഉദ്ഘാടന പ്രസംഗം നടത്തി ഈ ഒരു ചിന്താ വിഷയത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിച്ച മാർത്തോമ സഭയുടെ മെത്രാപ്പോലീത്ത അഭിവന്ദ്യ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലീത്തയോടുള്ള നന്ദി ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. കൂടാതെ നമ്മുടെ മധ്യയായിരുന്നുകൊണ്ട് സാന്നിധ്യം കൊണ്ടും വാക്കുകൾ കൊണ്ടും നമ്മെ ചിന്തിപ്പിച്ച, ആശംസകൾ അറിയിച്ച ജ്ഞാനായ സഭയിലെ ആർച്ച് ബിഷപ്പായിരിക്കുന്ന ബിഷപ്പ് കുര്യാക്കോസ് മാർ സേവറിയോസ് മെത്രാപ്പോലീത്ത തിരുമേനിയോടും ഓർത്തഡോക്സ് സഭയിലെ
മെത്രാപ്പൊലിത്തയായിരിക്കുന്ന അഭിയന്തി ഡോക്ടർ ജോസഫ് മാർ ദിവന്യോസ്യോസ് തിരുമേനി മെത്രാപ്പൊലിത്ത തിരുമേനിയോടും നമ്മുടെ കൊല്ലംകൊട്ടാരക്കര മഹാ ഇടവകയിലെ ബിഷപ്പായിരിക്കുന്ന അഭിവന്ധ്യ ബിഷപ്പ് ജോസ് ജോർജ് തിരുമേനിയോടും ഇവാഞ്ചലിക്കൽ ബിഷപ്പായിരിക്കുന്ന അഭിവന്ധ്യ ബിഷപ്പ് സുന്ദർ സിംഗ് തിരുമേനിയോടും സാൽവേഷൻ ആർമിയെ പ്രതിനിധാനം ചെയ്യുന്ന ലഫ്റ്റനൻറ്റ് കേണൽ സാജു ദാനിയേൽ അയ്യയോടുമുള്ള നന്ദി ഞാൻ ഈ സമയത്ത് ഹൃദയത്തിൻ്റെ ഭാഷയിൽ രേഖപ്പെടുത്തുന്നു. കൂടാതെ ഈ സ്ഥലം നമുക്കായി ഒരുക്കുകയും ഇതിൻ്റെ കാര്യങ്ങൾ നേതൃത്വം നൽകുകയും ചെയ്യുന്ന KCCയുടെ വൈസ് പ്രസിഡൻറ്റ് അഭിയന്ത്യ മാത്യൂസ് മാർ സെറാഫീം എപ്പിസ്കോപ്പ തിരുമേനിയോടുള്ള നന്ദി ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. അതുപോലെ KCCയുടെ നേതൃത്വ സ്ഥാനത്തിരിക്കുന്ന വ്യക്തിത്വങ്ങൾ, പ്രത്യേകിച്ച് വൈസ് പ്രസിഡന്റ് CB പീറ്റർ, കൂടാതെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, KCC അംഗസഭകളിൽ നിന്നുള്ള പ്രതിനിധികൾ, അവരോടുള്ള നന്ദി ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് നന്ദി രേഖപ്പെടുത്താനുള്ളത് നാളെയാണ് വിശദമായി പറയാനുള്ളത് ഇവിടെയുള്ള KCC അടൂർ അസംബ്ലിയോടാണ്. അതിൽ പ്രസിഡൻ്റായിട്ട്, സ്വാഗത സംഘത്തിൻ്റെ പ്രസിഡൻ്റായിട്ടുമൊക്കെ നമ്മുടെ മധ്യയായിരിക്കുന്ന വലിയ റവറൻറ്റ് എബ്രഹാം ഇഞ്ചി കാലുടി കോറപ്പിസ്കോപ്പ അച്ഛനോടും, അതുപോലെ തന്നെ ജനറൽ കൺവീനറായിട്ട് പ്രവർത്തിക്കുന്ന റവറൻറ്റ് വിപിൻ സാം അച്ഛനോടും, കൂടാതെ ഫിനാൻസ് കമ്മിറ്റി ചെയർപേഴ്സണായിരിക്കുന്ന ഫാദർ ജോസഫ് സാമുവൽ തറയിൽ അച്ഛനോടും, അതുപോലെ കൺവീനറായിട്ട് പ്രവർത്തിക്കുന്ന നിമേഷ് രാജിനോടും, ഫാദർ പ്രൊഫസർ വർഗീസ് അച്ഛനോടുമൊക്കെ, ജോർജ് വർഗീസ് അച്ഛനോടും, മറ്റ് ഇതിൻ്റെ പേരിൽ ഒരുപാട് പേര് പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാവരുടെയും പേര് പറയുന്നത് ഇതൊരു വലിയൊരു ടീമാണ്. അതിൽ കൂടാതെ അതിൻ്റെ ചുക്കാൻ പിടിച്ചുകൊണ്ട് ഇതിൻ്റെ എല്ലാ കാര്യത്തിലൂടെ നടക്കുന്ന ഡെന്നീസ് സാംസണോടും മറ്റെല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി രേഖപ്പെടുന്നു. പ്രത്യേകിച്ച് ഇതിൻ്റെയൊക്കെ നേതൃത്വം നൽകുന്നത് ഒരു അൺസീൻ ആൻഡ് സീൻ പ്രസൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി ഡോക്ടർ പ്രകാശ് പി തോമസ് സാറാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വമാണ് കഴിഞ്ഞ നാളുകളിൽ KCCക്ക് കേരളത്തിൻ്റെ ഒരു ഐഡൻറ്റിറ്റി നൽകുകയും നാഷണൽ കൗൺസിൽ ഓഫ് ചർച്ചസിൽ ഒരു പ്രത്യേക സ്ഥാനം, റീജിയണൽ കൗൺസിൽസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൗൺസിലായിട്ട്, ഒരു മോഡൽ കൗൺസിലായിട്ട് KCCയെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ചെയ്ത പ്രകാശ് പി തോമസ് സാറിൻ്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹത്തോടുള്ള നന്ദിയും രേഖപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. എല്ലാവർക്കും ഇവിടെ ഉച്ചഭക്ഷണം കരുതിയിട്ടുണ്ട്. അതെല്ലാവരും സാവകാശം ഭക്ഷിച്ചതിന് ശേഷം തിരിച്ച് ഇവിടേക്ക് തന്നെ കടന്നു വരണമെന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. 2 മണിയോടുകൂടി തന്നെ അടുത്ത സെഷൻ ആരംഭിക്കുന്നതാണ്. സർവജ്ഞനും സർവശക്തനുമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, ഇന്നത്തെ ഈ നല്ല സുദിനം ഒരുക്കി തന്ന് നിൻ്റെ വലിയ കൃപകൾക്കായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. 2 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടുന്നു അവരുടെ മധ്യേ ഉണ്ട് എന്നരുളി ചെയ്ത കർത്താവേ, അവിടുത്തെ കൃപയും സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുന്നുവല്ലോ. പല ദേശങ്ങളായിരുന്ന, പല സഭകളിലെ അംഗങ്ങളായിരുന്ന എല്ലാവരും ഒന്നിച്ച് ഇവിടെ ആയിരിക്കാനും അല്പസമയങ്ങളിൽ ഈ ദിവസങ്ങളിൽ ദിവ്യമായിരിക്കുന്ന ചിന്തകളെ പങ്കിടുവാൻ, ലോകത്തിന് ശാന്തിയും സമാധാനവും എങ്ങനെ പ്രദാനം ചെയ്യാം എന്നുള്ള ആലോചനകളെ പങ്കിടുവാൻ തക്കവണ്ണം ഞങ്ങൾക്കെല്ലാമായിട്ട് നൽകിയിരിക്കുന്ന നല്ല കൃപയ്ക്കായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ ഈ കൂടിവരവ് ദൈവ തിരുനാമ മഹത്വത്തിനായി തീരുവാൻ തക്കവണ്ണം ഇടയാക്കുമാറാകണമേ. ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങളെ, വാക്കുകളൊക്കെയും ഞങ്ങളുടെ ഹൃദയത്തിൽ അത് ഒരനുഭവമായി തീരുവാൻ തക്കവണ്ണം, മറ്റുള്ളവരുമായിട്ട് അത് പങ്കുവെക്കുവാൻ തക്കവണ്ണം, നല്ല നിലത്ത് വീണ വിത്ത് പോലെ അത് നല്ല ഫലമുള്ളവാക്കുന്നാക്കി തീർക്കുവാൻ തക്കവണ്ണം അത് അവിടുന്ന് ഞങ്ങളെ സഹായിക്കുമാറാണമേ. തുടർന്ന് നടക്കുന്ന എല്ലാ ആലോചന യോഗങ്ങളിലും മീറ്റിങ്ങുകളിലും അവിടുത്തെ തിരുസാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ എല്ലാ കാര്യങ്ങളും ചിട്ടയോടുകൂടി ഭംഗിയാമണ്ണം നിർവഹിക്കാൻ തക്കവണ്ണം അടിയങ്ങളെല്ലാം അവിടുന്ന് സഹായിക്കണമേ. ഇതിനുവേണ്ടി പങ്കെടുക്കുന്ന, ഇനി പങ്കെടുക്കാനായിട്ട് ഉള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രയത്നങ്ങളെയും അധ്വാനങ്ങളെയും അവിടുന്ന് മാനിക്കുന്നുവല്ലോ. അവിടുത്തെ ദിവ്യമായിരിക്കുന്ന ദാനങ്ങളെ ഞങ്ങളെ നിറയ്ക്കണമേ. സന്തോഷവും സമാധാനവും ഞങ്ങൾ വാഴുമാറാകണമേ. ഞങ്ങൾ നിനക്ക് നിൻ്റെ പിതാവിനും അവിടുത്തെ പരിശുദ്ധ റൂഹായിക്കും എന്നും എന്നാളും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ